Alaikum. Assalamu alaikum. Fine. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ നാട്ടിൽ വരുന്നത്. എന്നെ മുമ്പ് കണ്ടവരാരെങ്കിലും ഉണ്ടോ? എന്നെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്. എന്നാലും ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. ഏതാണ്ടൊരു 11:15 സമയമാകുമ്പോഴേക്ക് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല ഇരുന്നിരുന്നത്. ആദരണീയരായ ആസിഫ് താരിമി ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങി ഏതാണ്ട് അതിന്റെ അവസാന ഭാഗമാകുമ്പോഴേക്ക് നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ കണ്ണുകളിൽ കണ്ട ഒരു മാറ്റമുണ്ട്. ശരിക്കും റീചാർജ്ഡ് ആയിട്ട് ഇരിക്കുന്ന നിങ്ങളെ കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് ഒരു നിമിഷം മതി മാറാൻ എന്ന് അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് സിനിമ കാണുന്നത് നിർത്തിയവർ കുറച്ചുകൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ നിസ്കരിക്കാൻ തീരുമാനിച്ചവർ, ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ജീവിതത്തിൽ വെളിച്ചമുണ്ടാക്കി സുഗന്ധം പരത്തി പ്രകാശം പരത്തി അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമുഖം മനസ്സിൽ കണ്ട് മരണപ്പെട്ട് ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്നൊക്കെ പറഞ്ഞ ഖാലിദീന ഫീഹാ അബദ, കലാകാലം സുഖിച്ച് രസിച്ച് ആസ്വദിച്ച് കഴിയാനുള്ള സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന നിങ്ങളുടെ മുഖത്ത് നോക്കി കുറെ അധികം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഈ മാനസികമായ സന്തോഷവും ആഹ്ലാദവും കളയാതെ തന്നെ ഈ കറുത്ത തലയുള്ള ഞാൻ ഒരു വെളുത്ത തലയുള്ള ഉസ്താദിന്റെ പ്രഭാഷണത്തിന് ശേഷം നിങ്ങളോട് ചിലത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ശതമാനം പെൺകുട്ടികളും അവരുടെ ഉമ്മമാരും പിറകിലുണ്ട്. 15, 16, 17, 18, 19, 20 അതിന്റെ മേലെയും വയസ്സ് പ്രായമുള്ള വിവിധ ക്യാമ്പസിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് പഠിക്കുന്ന നല്ല ആരോഗ്യവും നല്ല കരുത്തും നല്ല ചിന്തയും നല്ല ഊർജ്ജസ്വലതയുമുള്ള കുറെ അധികം ആൺകുട്ടികളുമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ എന്റെ സംസാരം നിർത്തും. നിങ്ങൾക്ക് സംഘാടകർ എന്തൊക്കെയാ അവിടെ ഒരുക്കിയത്? വന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് പഴവും വെള്ളവും തന്നു. കുടിക്കാൻ ഇടക്കിടക്കൊക്കെ വാട്ടർ ബോട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം വീണ്ടും നിങ്ങൾക്ക് ഐസ്ക്രീം തരികയാണ്. അല്ലെങ്കിൽ തന്നെ ഈ കൗമാരക്കാരെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ ബിസിനസ്സും മാറ്റിവെച്ച് ഈ ഹാളിൽ ഇത്രയും സമയം ഇരുത്താൻ ഈ മാനേജ്മെന്റ് അസോസിയേഷൻ എടുത്ത റിസ്ക്കും അതിന്റെ സ്ട്രെയിനും അതിന്റെ എഫേർട്ടും ഞാൻ മനസ്സിലാക്കുന്നു. ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് അവർ തരാൻ ആഗ്രഹിച്ച ഈ സമ്മാനം നിങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഞാനിനി എന്തെങ്കിലും പറയണമെങ്കിൽ ചെറിയ ഒരു അന്തരീക്ഷം എനിക്ക് അനുകൂലമാകണം. ഈ ഒഴിഞ്ഞ കസേരകൾ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. ഐസ്ക്രീമിന്റെ വിതരണം ഇവിടെ കഴിയും. ഐസ്ക്രീമിന്റെ നുണയിലും അവസാനിക്കും. നിങ്ങളുടെ കാതും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ചെവിയും ഒക്കെ ഒരു കുറച്ചു നേരത്തേക്ക് എനിക്ക് കടം തരണം. ഹൃദയം ആർക്കും കടം കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ പോകുമ്പോൾ തിരിച്ചു തരും. ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ്സ് വരുത്തേണ്ടത്, ഈ മുമ്പിലെ റോ നമുക്ക് ഒഴിവാക്കാം. കാരണം ഞാനിവിടെ നിന്നാൽ നിങ്ങളെ കാണൂല. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മുഹമ്മദ് ഇസ്മായിൽ അടക്കമുള്ള വാഫിക്ക് പഠിക്കുന്ന പ്രിയപ്പെട്ട എന്റെ അനുജ സഹോദരന്മാർ ഇവിടെയുള്ള ഒഴിവിൽ വന്നിരുന്നാൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ബോയ്സ്, ഗേൾസ്, നിങ്ങളുടെ മുമ്പിൽ ഒഴിഞ്ഞ കസേര ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ തൊട്ടടുത്തും നിങ്ങളുടെ മുമ്പിലും മുന്നിലും ഒഴിഞ്ഞ കസേര ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഫൈൻ, ഓക്കെ. അപ്പൊ ഇറകിലുള്ള ബോയ്സ് 2-3 സീറ്റുകൾ ഇവിടെ ബാക്കിയുണ്ട്. നിങ്ങൾക്ക്
വന്നിരുന്നാൽ സൗകര്യമായിരിക്കും. ഓക്കെ, ഐസ്ക്രീം കിട്ടാത്തവരും കൈപ്പൊക്കെട്ടെ. ഐസ്ക്രീം കിട്ടാത്തവർ എല്ലാവരും കിട്ടി. പെൺകുട്ടികൾ കിട്ടിയില്ലെങ്കിലും കിട്ടിയില്ല എന്ന് പറയൂല കേട്ടോ. അതുകൊണ്ട് കിട്ടാത്തവരാരുമില്ലല്ലോ. ആൺകുട്ടികൾ പറയൂല അല്ലേ? ഓക്കെ, ഫൈൻ. നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോ ഇതില് 10ാം ക്ലാസ്സിന്റെ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒന്ന് കൈപ്പൊക്കാവും. 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്നവർ, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഫൈൻ. 11ാം ക്ലാസ് കഴിഞ്ഞ് ഈ വർഷം 11ാം ക്ലാസ് +1 കഴിഞ്ഞ് +2 ജയിക്കുന്നവർ, +2. ഓക്കെ, വെരി ഗുഡ്. +2. ഓക്കെ, ഗ്രാജുവേഷന് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, ഡിഗ്രിക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞവർ, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നവർ. ഓക്കെ, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ബിടെക്, MBBS സ്റ്റുഡൻസ് ആരെങ്കിലും? ഓക്കെ, ഫൈൻ. നിങ്ങളുടെ പേനയും നിങ്ങളുടെ ഫയലും ഒക്കെ, പേനയും ബുക്കൊക്കെ വെച്ച്, പേനയും പുസ്തകങ്ങളൊക്കെ ഫയലിൽ വെച്ച് വളരെ ഹാൻഡ് ഫ്രീ ആയിട്ട്, കയ്യിലൊന്നുമില്ലാതെ ശാന്തമായിട്ട് ഒന്നിരുന്നാട്ടെ. ഒന്നും എഴുതിയെടുക്കാൻ ഞാൻ നിങ്ങളോട് പറയൂല, ഒന്നും എഴുതാനുണ്ടാവില്ല. അതുകൊണ്ട് പേനയും പുസ്തകങ്ങളൊക്കെ ഫയലിൽ അടക്കി വെച്ച് നിങ്ങൾ ഇരിക്കുകയാണ്. ഈ ഐസ്ക്രീം തിന്നിട്ടും തീരുന്നില്ലല്ലോ. രണ്ടാമത് വാങ്ങുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. എല്ലാരും വിജയികൾ ഇരിക്കുന്നത് പോലെ ഒന്നിരുന്നാട്ടെ. ഒരു വിന്നർ ഇരിക്കുന്നത് പോലെ, ഒരു സക്സസ്ഫുൾ പേഴ്സൺ ഇരിക്കുന്ന പോലെ. അപ്പൊ നിങ്ങൾ കാലമെടുത്ത് നോക്കണോ? വേണമെന്നില്ലല്ലോ. ഓക്കെ, സ്വർഗത്തിൽ കടക്കണമെന്ന് വല്ലാതെ ആഗ്രഹമുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നട്ടെ. ആസിഫ് ദാരിമി അതാണല്ലോ പറഞ്ഞത്. സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെല്ലാവരും. സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ളവർ ഇരുന്നാട്ടെ. സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ളവർ ഇരിക്കും. ആർക്കും ഉറപ്പില്ല. സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ളവരെ സ്വർഗത്തിൽ കടക്കും. സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ളവരെ സ്വർഗത്തിൽ കടക്കും. ഇരിക്കൂ, സ്വർഗത്തിൽ കടക്കും ഇൻഷാ അല്ലാഹ്. കടക്കുമെന്ന് സംശയിച്ചാൽ പിന്നെ കടക്കൂല. പടച്ചതമ്പുരാൻ നമ്മളെല്ലാരെയും സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണല്ലോ പ്രധാനം. SSLC പഠിക്കുന്നവർ, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്നവർ, +1, +2 ക്ലാസ്സിൽ പഠിക്കുന്നവർ, ചോദ്യം അവരോടാണ്. 10ാം ക്ലാസ് പരീക്ഷയിൽ അല്ലെങ്കിൽ +2 പരീക്ഷയിൽ, ഇനി ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറിന്, തേർഡ് ഇയറിന് പഠിക്കുന്ന കുട്ടികൾ ഡിഗ്രി എക്സാമിൽ ഫസ്റ്റ് ക്ലാസ്സിന് മേലെ അല്ലെങ്കിൽ ഒരു 70-80% മാർക്കിന് മേലെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. 8, 9, 10 +1 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും A+ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ A+ഉം 80% മാർക്കിന്റെ മേലെയും കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എന്നിരുന്നാട്ടെ. +1, +2 വരെയുള്ളവർ A+ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. ആഗ്രഹം. ഓക്കെ, ആഗ്രഹം. ഓക്കെ, ആഗ്രഹമുണ്ട് എല്ലാവർക്കും. ഈ പറഞ്ഞതുപോലെ കിട്ടുമെന്ന് ഉറപ്പുള്ളവർ ഇരുന്നാട്ടെ. കിട്ടുമെന്ന് ഉറപ്പുള്ളവർ ഇരിക്കും. ഇല്ല, ഇരുന്നോളൂ, കുഴപ്പമില്ല.
അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ. പക്ഷേ അത് നേടിയെടുക്കാനാകുമോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത് കഴിയില്ല എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. നടക്കൂല എന്ന് തോന്നുന്നുണ്ട്. എവ്രിബഡി വാണ്ട്സ് ടു ബി സക്സസ്ഫുൾ. എല്ലാവർക്കും ജയിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ജയിക്കുമോ എന്ന് ആലോചിക്കുമ്പോൾ തോക്കുമെന്ന് ആരോ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. സത്യത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളൊക്കെ അപാര ജന്മങ്ങളാണ്, അപാര സാധ്യതയുള്ളവരുമാണ് നമ്മൾ. നിങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോണിനെ കുറിച്ച്. ഏതാണ്ട് 100 ബില്യൺ ന്യൂറോണുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ തലച്ചോറ്. ഇതെങ്ങാനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ, ഇതിനെ റീട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു വാക്യം നത്തിങ് ഈസ് ഇംപോസിബിൾ കേട്ടിട്ടുണ്ടോ? എന്താ ഇതിന്റെ അർത്ഥം? നത്തിങ് ഈസ് ഇംപോസിബിൾ. എവ്രിതിങ് ഈസ് പോസിബിൾ. എല്ലാം സാധ്യമാണ്. അങ്ങനെ അസാധ്യമായിട്ട് ഒന്നുമില്ല. നേരത്തെ പ്രിയപ്പെട്ട ആസിഫ് ദാരിമി തുടക്കത്തിൽ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദ് അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ജനിക്കുന്നത് മിടുക്കന്മാരായിട്ടാണ്, നല്ല പ്രകൃതത്തിലാണ്. ജയിക്കാൻ വേണ്ടി, ജയിച്ചടക്കാൻ വേണ്ടി, പറന്നകന്നു പോകാൻ വേണ്ടി, ആകാശങ്ങൾക്കപ്പുറത്തും ചിറകു വിടർത്തി പറന്നു പോകാൻ വേണ്ടിയാണ് ഓരോ കുട്ടിയും ഈ ലോകത്തേക്ക് ജനിക്കുന്നത്. ഒരു കുട്ടിയും മോശമായിട്ട് ജനിക്കുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരുപക്ഷെ ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ഈ ലോകത്ത് ജനിച്ച് വീഴുന്ന സമയത്ത് തന്നെ നിറയെ സമ്മാനങ്ങളും വാങ്ങിയിട്ടാണ് നിങ്ങൾ ജനിച്ചു വീണത്. ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഉമ്മ പെറ്റ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ, കോഴിക്കോട് ഭാഗത്തൊക്കെ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞു മോന് സമ്മാനങ്ങളുമായിട്ട് വരും. അവന്റെ വല്യുപ്പ വരും, വല്യുമ്മ വരും, അവന്റെ മുത്തച്ഛൻ വരും, അവന്റെ കുടുംബക്കാര്, ബന്ധുമിത്രാദികളൊക്കെ. ബേബി സോപ്പ്, പൗഡർ, കുഞ്ഞുടുപ്പുകൾ, വള, മാല, അതേപോലെ പാദസരങ്ങൾ, ഇതൊക്കെ സമ്മാനമായി. എനിക്ക് സ്വന്തമായൊരു ഭാര്യയുണ്ട്, 3 മക്കളും എനിക്കുണ്ട്. അപ്പൊ ഈ 3ാമത്തെ മോളെ ഇപ്പൊ പ്രസവിച്ച് കിടക്കുകയാണ് എന്റെ ഭാര്യ. എന്റെ ഭാര്യയുടെ നിസ്കാരക്കൂട്ടയുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ 3ാമത്തെ മോൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ. ആ മോൾ ഈ ലോകത്തേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ ഒരുതരം സ്നേഹപരമായ, അനുമോദനപരമായ, ലോകം മുഴുവനും കാത്തിരിക്കുകയായിരുന്നു മോൾ ജനിക്കാൻ വേണ്ടി. എന്റെ മോളെ പ്രസവിച്ചപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ വല്യുമ്മ വന്നിട്ട് ആ കുഞ്ഞു മോളെ എടുത്തിട്ട് പറഞ്ഞത്, എന്താ പറയാ, എടുത്ത് താലോലിച്ച് മുഖത്ത് ഉമ്മം കൊടുത്ത് പറഞ്ഞു, നല്ല മോളാ, മിടുക്കി മോളാ, കുഞ്ഞു മോളാ, വല്യുമ്മാന്റെ മോളാണ്. വല്യുപ്പ പറഞ്ഞു, വല്യപ്പന്റെ മോളാന്ന് പറഞ്ഞു. കാണാൻ വന്നവരൊക്കെ എടുത്ത് ഓമയച്ച് ഉമ്മ വെച്ചിട്ട് പറയാണ്, നല്ല മോള്, മിടുക്കി മോളെന്ന് പറയുന്നു. നിങ്ങളെക്കുറിച്ചും, നിങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോഴും നിങ്ങളെക്കുറിച്ചും പറഞ്ഞത് നല്ല മോൾ, നല്ല മോൻ എന്ന് തന്നെയാണ്. ഒരു കുട്ടിയെയും എടുത്ത് ഒരു ഉമ്മയും ഒരിക്കലും പറഞ്ഞിട്ടില്ല, എടുത്തിട്ട് വൃത്തികരകൾ ജനിച്ചിരിക്കുന്നു, പടക്ക് സാധനം ആരെക്കുറിഞ്ഞും ഒരു പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത് നല്ല മോൾ, നല്ല മോൻ. അതുകൊണ്ടായിരിക്കാം കുല്ലു മൗലൂദിൻ യൂലദുൽ ഫിത്ര. എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് നല്ല പ്രകൃതത്തിലാണ്. അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ നല്ല പ്രകൃതത്തിൽ എല്ലാവരും നല്ലത് പറഞ്ഞ്, എല്ലാവരും ഇഷ്ടപ്പെട്ട്, എല്ലാവരും സ്നേഹിച്ച്, താലോലിച്ചു വളരുന്നു നമ്മൾ. ഏതാണ്ടൊരു 1.5, 2, 3 മാസം സമയമാകുമ്പോഴന്നെ നിങ്ങൾ നിസ്സഹായരായി കൈമലർത്തി എങ്ങനെ മലർന്നു കിടക്കുന്ന നിങ്ങൾ പറക്കാൻ കൊതിയുണ്ടായിരുന്നു, വലുതാകാനും എണീറ്റ് ഓടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞു കൈകളും കുഞ്ഞു കാലുകളൊക്കെ വിടർത്തിയിട്ട് നിങ്ങൾക്കൊരു എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ കഴിയുന്നില്ല. എന്നാൽ പോലും നിങ്ങൾ ശ്രമിച്ചിരുന്നു. മലർന്നു കിടന്ന് നിങ്ങൾ കുമ്പിട്ട് വീഴാൻ ശ്രമിച്ചിരുന്നു. നിങ്ങൾ കമിഴ്ന്നു വീഴാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു. 1ാം വട്ടം കഴിഞ്ഞില്ല, നിങ്ങൾ നിർത്തിയില്ല. വീണ്ടും ശ്രമിച്ചു, എന്നിട്ടും കഴിഞ്ഞില്ല. വീണ്ടും ശ്രമിച്ചു. ഏതാണ്ട് 3.5-4 മാസമാകുമ്പോഴേക്ക് നിങ്ങൾ മലർന്നു കിടന്ന നിങ്ങൾ ആരും പറയാതെ, ആരും മോട്ടിവേഷൻ ക്ലാസ് തരാതെ, ആരും ഓറിയന്റേഷൻ ക്ലാസ് തരാതെ, ഒരാളും നിർബന്ധിക്കാതെ, നിങ്ങൾ സ്വന്തം വളരാൻ, വലുതാകാൻ, പറന്നുയരാൻ ആഗ്രഹമുള്ള നിങ്ങൾ 3.5-4 മാസം പ്രായമുള്ള സമയത്ത് തന്നെ നിങ്ങൾ കമിഴ്ന്നു വീണപ്പോ നിങ്ങളുടെ നെറ്റി കുത്തി, മൂക്ക് കുത്തി, വേദനിച്ചു, നിങ്ങൾ കരഞ്ഞു. പക്ഷെ ഉമ്മ വന്ന് നിങ്ങളെ പൊക്കിയെടുത്ത് നിങ്ങൾക്ക് ഉമ്മൻ തന്നു. എന്റെ മോൾ, എന്റെ മോൻ കമിഴ്ന്നു വീണു. അൽഹംദുലില്ലാ. നിങ്ങളെ 1ാമത്തെ പാഠം. ഒരു 3.5 മാസം പ്രായമുള്ള കുറെ കുട്ടികളെ ജമിയത്തുൽ മുഅല്ലിമീന്റെ മാനേജ്മെന്റ് അസോസിയേഷൻ ഇവിടെ വിളിച്ചു ചേർത്തിട്ട് യു ക്യാൻ കമോൺ, ആരും മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തിട്ടില്ല. സ്വന്തം ഉള്ളിൽ നമുക്ക് തീപ്പൊരിയുണ്ട്. ഉള്ളിൽ നമുക്ക് വലുതാകാനും നമുക്ക് വളർന്നു വരാനുമുള്ള ആഗ്രഹം നമ്മളിലുണ്ട്. നോക്ക്, നിങ്ങൾ ഏതാണ്ട് ഒരു 1.5, 2, 3, 4 വയസ്സാകുമ്പോഴേക്ക് കമിഴ്ന്നു കിടന്ന് നിങ്ങൾ മെല്ലെ എണീറ്റിരിക്കാൻ പഠിച്ചു, നിൽക്കാൻ പഠിച്ചു, നടക്കാൻ പഠിച്ചു. പറമ്പ് നിറയെ, നിങ്ങളുടെ എന്താ പറയാ, തൊടി നിറയെ ഓടാൻ മാത്രമുള്ള ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. 4 വയസ്സ് പ്രായത്താവുമ്പോഴേക്ക് നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടായി. നിസ്കരിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു.
ഒന്നും ഉടുക്കാതെ ആണെങ്കിൽ പോലും ചെറിയ മക്കൾ നിസ്കരിക്കുന്ന നമ്മൾ കാണാറുണ്ട്. സ്കൂളിൽ പോകാൻ വലിയ കൊതി നിങ്ങൾക്ക് ഉണ്ടായി. ഇത്താത്തയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടത്തിയുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷകളും വലിയ ആഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു. സ്കൂളെത്തിയ ഉടനെ അധ്യാപകൻ ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആരാ, ചെറിയ മക്കളാ നിങ്ങൾ ആ സമയത്ത്, 5 വയസ്സ് മാത്രം പ്രായമുള്ള നിങ്ങളോട് ഉസ്താദ് അല്ലെങ്കിൽ അധ്യാപകൻ ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആരാ ഒരാൾ പാട്ടുപാടാൻ കഴിയുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ എല്ലാവരും തന്നെ പറഞ്ഞു, സാറേ നാം പാടും പാട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പിലേക്ക് പാട്ടുപാടാൻ റെഡിയായിട്ട് വന്നിരുന്നു. ആ സമയത്ത് അധ്യാപകൻ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ആരാ ഒരാള് കഥ പറയാൻ കഴിയുക ആരാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കഥ പറയാൻ വേണ്ടി ഓടി വന്നിരുന്നു, യാതൊരു കോംപ്ലക്സും മടിയുമില്ലാതെ. ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഓടിയിട്ട് അധ്യാപകന്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ ഇതാ വന്നിരിക്കുന്നു പറയാൻ കഴിയുമായിരുന്നു. പക്ഷെ നിങ്ങൾ 2, 3, 4, 5, 6, 7, 8 ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് ഈ അധ്യാപകൻ അല്ലെങ്കിൽ ഹൈസ്കൂളിലെ അധ്യാപകൻ ചോദിക്കുന്നു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പാട്ട് പാടുമെന്ന് ചോദിക്കുമ്പോ, സാറേ പാട്ട് സാറേ അവളാ പാടും. നമ്മളെ മുഖം വാടി, മുഖത്ത് സന്തോഷം പോയി, വേറെ ആരോ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. ആരാ ഒരാൾ കഥ പറയാ, സാറേ കഥ സാറേ പറയാ ഇവനാ പറഞ്ഞിട്ട് എല്ലാവരും വേറൊരു കുട്ടിയിലേക്ക് ചൂണ്ടുകയാണ്. ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വാന്ന് പറയും, ചെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഏതോ ഒരു കുട്ടിയെ മുമ്പിലേക്ക് തള്ളിവിടുകയാണ്. നമ്മുടെ സന്തോഷവും നമ്മുടെ ആഹ്ലാദവും 8 വർഷത്തെ ക്ലാസ്സിലെ പഠനങ്ങൾ കൊണ്ട് നശിച്ചു. എഡ്യൂക്കേഷൻ റൂയിൻഡ് യു എന്ന് പറയാറുണ്ട്. നമ്മളെ വിദ്യാഭ്യാസം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. എടാ പൊട്ടാന്നൊക്കെ പറയുമ്പോ താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് അത് മനസ്സുകൊണ്ട് പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രതലത്തിലേക്ക് നമ്മുടെ ആത്മവിശ്വാസം പോകുന്നു. ജനിക്കുമ്പം നല്ല അവസ്ഥയിൽ പത്രത്തിന്റെ ആഹ്ലുകാരനായിട്ട് നല്ല ആഗ്രഹമുള്ള നിഷ്കളങ്കനായ വലിയ കൊതിയുള്ളവനായിട്ട് ജനിക്കുകയും വളരും തോറും അപകർഷതാബോധം പിടിപെടുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും പഠിക്കാൻ താല്പര്യം കുറഞ്ഞു പോവുകയും ജീവിതത്തിന്റെ സുഖവും രസവും നഷ്ടപ്പെട്ട് ഒരുതരം എന്താ പറയാ ഒഴുക്കിനനുകൂലമായി ചത്ത മത്സ്യങ്ങളെ പോലെ നീന്തിപ്പോകുന്ന കൗമാരക്കാരുടെ നാട്ടിൽ കുറച്ചുകൂടി വെളിച്ചവും തെളിച്ചവുമുള്ള മക്കളെയാണ് ഇവിടെയുള്ള ജമിയത്തുൽ മുഅല്ലിമീൻ വിളിച്ചു ചേർത്ത് മനസ്സിലാക്കുകയാണ്. ഒരു കാര്യം കൂട്ടുകാരൻ നമ്മൾ പറയാം, നമുക്ക് നേരത്തെ ആസിഫ് ദാരിമി പറഞ്ഞതുപോലെ ഈ ജീവിതത്തിന്റെ സാധ്യതകൾ, നമുക്ക് ഈ ലോകത്തും A+ വാങ്ങാൻ പറ്റും, നാളെ മരിച്ചാലും നമുക്ക് A+ വാങ്ങാൻ പറ്റും. ഈ ലോകത്തും നമുക്ക് സ്വർഗം നിർമ്മിക്കാൻ പറ്റും, നാളെ മരിച്ചാലും സ്വർഗം വാങ്ങാൻ പറ്റും. കാരണം അങ്ങനെയുള്ള ആളുകളായിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ജനിച്ചത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ വാചകം, ഈ വാചകം ആരാ പറഞ്ഞറിയോ നിങ്ങൾക്ക്? ആരാ പറഞ്ഞത്? നെപ്പോളിയൻ ആണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന വാചകം പറഞ്ഞത്. നെപ്പോളിയൻ ഒരു സുപ്രഭാതത്തിൽ വെറുതെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞതല്ല. കൃത്യമായൊരു കഥയുണ്ട് അതിന്റെ പിന്നിൽ. നിങ്ങൾക്കറിയോ ആ കഥ? നെപ്പോളിയൻ ചെറുപ്പത്തിൽ ഏതാണ്ട് ഒരു 7 വയസ്സ് സമയം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നെപ്പോളിയന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞ നെപ്പോളിയന്റെ ആഗ്രഹം, എനിക്ക് വലുതായാൽ, ഞാൻ പഠിച്ചു വലുതായി പഠനം പൂർത്തിയായാൽ 25-26 വയസ്സൊക്കെ ആയാൽ എനിക്ക് രാജാവാകണമെന്നായിരുന്നു നെപ്പോളിയന്റെ ആഗ്രഹം. അത് വലിയൊരു ആഗ്രഹം. ആ സമയത്ത് ഞാൻ രാജാവാകണമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. എല്ലാവർക്കും അത് അത്ഭുതവും കൗതുകമായിരുന്നു. രാജാവിന്റെ മൂത്താപ്പന്റെ മോനോ എളാപ്പന്റെ മോനോ ആരും ആയിരുന്നില്ല നെപ്പോളിയൻ. എന്നിട്ടും സാധാരണക്കാരനായ കുട്ടിയായിട്ടും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ, അവന്റെ ആഗ്രഹത്തിന്റെ ഉള്ളിൽ, സ്വപ്നത്തിന്റെ ഉള്ളിലുള്ള ഒരു വലിയ ആഗ്രഹം, എനിക്ക് പഠിച്ചു വലുതായി പഠനം പൂർത്തിയായാൽ എനിക്ക് രാജാവാകണം. അത് കേവലമായ ഒരു ആഗ്രഹം മാത്രമായിരുന്നു. ഈ കുട്ടി ഈ ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മനസ്സിലായി, ഫ്രാൻസിൽ രാജാവാകണമെങ്കിൽ അവിടെ പട്ടാളക്കാരനാകണം ആദ്യം. പട്ടാളക്കാരനായും അതിനുശേഷമാണ് രാജാവാകുക എന്ന് തിരിച്ചറിഞ്ഞ ഈ കുട്ടി താൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു പട്ടാള ക്യാമ്പ് ഉണ്ടായിരുന്നു. ഈ കുട്ടി അങ്ങോട്ടേക്ക് തുറച്ചു നോക്കും, പട്ടാള ക്യാമ്പിലേക്ക്. എന്താണ് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ ജീവിത രീതി എന്താണെന്ന് കുട്ടി നോക്കിയപ്പോൾ മനസ്സിലായി. അവിടുത്തെ ഭക്ഷണ രീതിയൊക്കെ വളരെ മോശമാണ്. ഉണക്ക റൊട്ടിയും ഒരു കറിയൊക്കെയാണ് അവിടെ ഭക്ഷണം കഴിക്കാനുള്ളത്. എനിക്കാണെങ്കിൽ എന്റെ അമ്മ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണവും പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്. പക്ഷേ നാളെ എനിക്ക് രാജാവാകണം. പക്ഷെ രാജാവാകുമ്പോ പട്ടാള ക്യാമ്പിലൂടെ കടന്നു പോകണം. പട്ടാളക്കാരനായാൽ എനിക്ക് കഴിക്കാൻ ഈ പത്തിരി ഉണ്ടാവില്ല. അതുകൊണ്ട് അവര് കഴിക്കുന്ന ഉണക്ക റൊട്ടി കഴിക്കാൻ ഈ കുട്ടി തയ്യാറാവുകയാണ്. ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോ ആ പട്ടാള ക്യാമ്പിന്റെ അടുത്ത് എത്തിയപ്പോ അവിടെ നിന്നു. എന്നിട്ട് ഒരു പട്ടാളക്കാരനെ വിളിച്ചു ഈ ബാലൻ നെപ്പോളിയൻ. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ ഭക്ഷണം എനിക്ക് തരുമോ പ്രാതൽ? നിങ്ങൾക്ക് കഴിക്കാൻ പകരം എന്റെ ഭക്ഷണം നിങ്ങൾക്ക് തരാം. ആ പട്ടാളക്കാരന് വളരെ ഇഷ്ടമായി. കാരണം ഈ ഉണക്ക റൊട്ടി കഴിച്ച് മടുത്തിരിക്കുകയാണ് ഈ പട്ടാളക്കാരൻ. ഈ കുഞ്ഞു ബാലന്റെ കയ്യിൽ നിന്ന് ആ ഭക്ഷണപ്പൊതി വാങ്ങി. എന്നിട്ട് തിരിച്ച് ഈ ഉണക്ക റൊട്ടിയുമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചു ബാലനായ നെപ്പോളിയൻ ആ ഉണക്ക റൊട്ടി കടിച്ചു പറിച്ച് കടിച്ചു മുറിയാതിരിക്കുമ്പോഴും ആ
വേദന അനുഭവിക്കുമ്പോഴും റിസ്ക് എടുക്കുമ്പോഴും ഈ കുട്ടിക്ക് റിസ്ക് ആയിട്ട് തോന്നിയില്ല. കാരണം എനിക്ക് നാളെ രാജാവാകണം, ഞാൻ നാളെ രാജാവാകും, ഞാൻ രാജാവായി സിംഹാസനത്തിലിരിക്കും, അപ്പുറത്ത് രാജ്ഞി, രാജകുമാരൻ, രാജകുമാരി, തോഴിമാർ, പടക്കുതിരകൾ, ഒരുപാട് ആളുകൾ, രാജ്യങ്ങൾ എന്റെ കീഴിൽ, ഞാനങ്ങനെ രാജാവാകുന്നത് മനസ്സിൽ കണ്ടപ്പം, മനസ്സിൽ തികട്ടി വന്നപ്പം, അതൊരു വലിയ കളറായി മനസ്സിൽ വന്നപ്പം തന്റെ മുമ്പിൽ ഈ ഉണക്ക റൊട്ടി കടിച്ചു പറിക്കുന്നതും അവന് പ്രയാസമായില്ല. മാത്രമല്ല, അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ദിവസം സ്കൂൾ, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഒരു ദിവസം സ്കൂളിന്റെ മുറ്റത്തുകൂടെ പോകുമ്പോൾ ഒരു ഹസ്തരേഖാ ശാസ്ത്രജ്ഞൻ കൈ നോക്കി ഭാവി പറയുമെന്ന് പറയുന്ന ഒരാളെ കണ്ടപ്പോൾ ഈ പെഞ്ചുപാലിന് കൗതുകമായി. രാജാവാകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന തന്റെ മുമ്പിൽ ഒരു കൈനോട്ടക്കാരൻ ഭാവി പറയുന്നവൻ ഓടിപ്പോയിട്ട് പറഞ്ഞു, പറ നാ രാജാവാകോ ഇല്ലയോ? ഈ കൈനോട്ടക്കാരനെ കണ്ടപ്പോൾ. അപ്പം കൈനോട്ടക്കാരനാകെ ഞെട്ടിപ്പോയി. ചെറിയ കുഞ്ഞുപാലം വന്നിട്ട് നാ രാജാവാകും ചോദിച്ചപ്പം ഒരു തമാശ എന്ന് മാത്രം കരുതി. അദ്ദേഹം ആ കുട്ടിയോട് മാറി നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഈ കുട്ടി പാഷനേറ്റ് ആണ്, എനിക്ക് രാജാവാകണം, ആയേ പറ്റൂ, അതിനെന്തും ഞാൻ ചെയ്യും. എവിടെ കാണുമ്പോഴും ആ ആഗ്രഹം തുറന്നു പ്രകടിപ്പിക്കുന്ന ബാലൻ വീണ്ടും ആ ഹസ്തരേഖ ശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, പറ നാ രാജാവാകൂ. അപ്പം ഇത് തമാശ എന്നോണം ആ കുഞ്ഞുബാലന്റെ കൈ പിടിച്ചിട്ട് കൈ നോക്കിയിട്ട് ഹസ്തരേഖ ശാസ്ത്രജ്ഞൻ പറഞ്ഞു പോലും, മോനെ രാജാവാകണമെങ്കിൽ ഒരു രക്ഷയുമില്ല. കാരണം രാജാവാകണമെങ്കിൽ നിന്റെ കയ്യിൽ ഇവിടെ ഇങ്ങനെ ഒരു കുറിയ വര വേണം, ആ വര നിന്റെ കയ്യിൽ കാണുന്നില്ല, അതുകൊണ്ട് രാജാവാകാൻ യാതൊരു സാധ്യതയില്ല. ഓക്കെ, എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോകാതെ കുഞ്ഞുബാലന്റെ മനസ്സിൽ തീപ്പൊരിയായി നിലനിരുന്ന തന്റെ ആഗ്രഹം അവിടെ കോംപ്രമൈസ് ചെയ്യാൻ ഈ കുഞ്ഞുബാലൻ തയ്യാറാകുന്നില്ല. വേഗം അപ്പുറത്തൊരു നടത്താണ്, ഒന്ന് ഇങ്ങോട്ടും നടന്നു. അവസാനം അപ്പുറത്തിപ്പുറത്ത് നടന്നപ്പം അവസാനം ഇവന് ഒരു പേന കത്തി വിട്ടി പോലും കയ്യിൽ. ഈ പേന കത്തി കിട്ടിയപ്പം തന്റെ ഇടതു കൈയിൽ ഒരു ഭാഗത്ത് മാറി വന്നിട്ട് ഈ കുഞ്ഞുബാലൻ നെപ്പോളിയൻ ഒരു വരയാണ് കൈക്ക് കുറവ്, എനിക്ക് രാജാവാകാൻ തടസ്സമാണ്, എന്റെ കയ്യിലെ ഒരു വരയാണെങ്കിൽ ആ വര ഞാൻ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വരയാണ് വരഞ്ഞപ്പോ ദ ബ്ലഡ് വാസ് പമ്പിങ്. ആത്മകഥ പറയുന്നുണ്ട്, രക്തം പമ്പിട്ടൊഴുകി. ഈ കുട്ടി കാത്തിരുന്നു കുറെ നേരം. എന്നിട്ട് കുറെ നേരം കാത്തിരുന്നപ്പോ രക്തം വാർന്നൊഴുകി തീർന്നപ്പം തുടച്ചു കളഞ്ഞപ്പം കയ്യിലൊരു നല്ല വര കണ്ടു. ഈ കുട്ടിക്ക് സന്തോഷമായി, ആഹ്ലാദ ചിത്തനായി ഓടിക്കിടച്ച് വീണ്ടും പോയി ഹസ്തരേഖാശാസ്ത്രത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇനി പറ നാ രാജാവാകോ ഇല്ലയോ? ആ കുട്ടിയുടെ ആ അഭിനിവേശം നിങ്ങൾ കാണണം. എനിക്ക് രാജാവാകണമെന്ന് ആഗ്രഹിച്ചു, അതിന്റെ മുന്നിൽ വന്ന തടസ്സങ്ങളൊക്കെ വകഞ്ഞു മാറ്റി വളരെ ആവേശത്തോടുകൂടി ഇനി പറ നാ രാജാവാകാൻ ചോദിച്ചപ്പം ഈ ഹസ്തരേഖാശാസ്ത്രം പോലും കിടുങ്ങിപ്പോയി. എഴുന്നേറ്റ് എന്ന് പറഞ്ഞു പോലും, മോൻ രാജാവ് മാത്രമല്ല നീ ചക്രവർത്തിയാകൂന്ന് പറഞ്ഞു. After 50 years, he became the emperor of the countries, defeating many countries. He became the emperor of the world. ലോകത്തിന്റെ അധിപനായി ഒരുപാട് രാജ്യങ്ങളെ തോൽപ്പിച്ചുകൊണ്ട്, ഒരുപാട് രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, എന്നിട്ട് ജീവിതത്തിന്റെ ഉത്തുംഗതയിൽ ഏറ്റവും അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഈ തൃശ്ശൂരിലെ ഈ ഭാഗത്തെ കുട്ടികളോടക്കമുള്ള ആളുകളോട് പറഞ്ഞ വാചകമാണ്, കുട്ടികളെ നത്തിങ് ഈസ് ഇംപോസിബിൾ, അങ്ങനെ അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നേടിയെടുക്കാനുള്ള കരുത്തും അതിനുള്ള സാധ്യതയും ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് എവ്രിതിങ് ഈസ് പോസിബിൾ, എല്ലാം സാധ്യമാണ് നമുക്ക് ലോകത്ത്. എന്താണ് ചെയ്യാനുള്ളത്? ഏറ്റവും പ്രധാനം എന്തെങ്കിലും ചെയ്യുന്നതിനപ്പുറത്ത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ എന്തെങ്കിലും എനിക്ക് നേടണമെന്ന ഒരാഗ്രഹം കരുതലോടുകൂടി കൊണ്ടുവരാനാണ് ഏറ്റവും പ്രധാനം. എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹത്തിന് തീവ്രതയും ആഗ്രഹത്തിന് തീപ്പൊരി ഉണ്ടായാൽ എന്തും നേടാൻ പറ്റും. പലപ്പോഴും നമുക്ക് പലതും നേടാൻ കഴിയാതെ പോകുന്നത്, നമുക്ക് പലതും ചെയ്യാൻ കഴിയാതെ പോകുന്നതിന് കാരണം നമുക്ക് ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ടാണ്, സ്വപ്നങ്ങളില്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ ആവശ്യങ്ങൾ പലപ്പോഴും അത്യാവശ്യമായി മാറാത്തത് കൊണ്ടാണ്. പലതും അങ്ങനെയാണ്. നമുക്ക് പലതും നേടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹം ഒരു ബേസ് ഡ്രീം മാത്രമാണ്. പലതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അത് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാനും നേടിയെടുക്കാനും കഴിയാതെ പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളൊരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു വഴിയിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു അകത്ത് റോഡിൽ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, അല്ല ഇക്ക നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? അപ്പോ അവര് പറയുന്നു, സർ എനിക്ക് നടക്കാൻ തീരെ വയ്യ, ഞാൻ കാലിന് ഭയങ്കര വേദനയാണ്, നടക്കാൻ പറ്റുന്നില്ല. ഒന്ന് നടന്നോക്കിക്ക. ഇല്ല, എനിക്ക് നടക്കാൻ കഴിയൂല. എന്നാലും ശ്രമിച്ചു, കാല് അടുത്ത് വെക്കാൻ പോലും കഴിയൂല, ഭയങ്കര വേദനയാണ്, നടക്കാനേ കഴിയില്ല എന്ന് അയാൾ പറയുമ്പം നിങ്ങൾ മാറിപ്പോവാണ്. എനിക്കൊരു ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷയിൽ ഞാൻ വീട്ടിലേക്ക് പോകും, തീരെ നടക്കാൻ കഴിയില്ല എന്ന് ഇദ്ദേഹം പറയാണ്.
നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് മുട്ടനക്കാൻ കഴിയുന്നില്ല, ഓട്ടോറിക്ഷ വന്നാൽ മാത്രമേ പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് ഒരാൾ പറയുന്നു. നിങ്ങൾ സങ്കല്പിക്കുക, അതേ അങ്ങനെ നിൽക്കുകയാണ് ഓട്ടോറിക്ഷയും കാത്ത്. പക്ഷെ അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്നൊരു ശബ്ദം കേട്ട് പിറകിലേക്ക് നോക്കിയപ്പോ ഒരു ഭ്രാന്തൻ പട്ടി കുരച്ചുകൊണ്ട് ഇങ്ങനെ ആ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാട്ട് വിൽ ഹി ഡു? അവൻ എന്താ ചെയ്യാം? ആ സമയത്ത് വരുമ്പോഴേക്ക് പട്ടിയെ കാണലും നടക്കാനാവില്ല എന്ന് പറഞ്ഞ കാക്ക അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യും? തന്റെ ഓടാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാലുമായിട്ട് അദ്ദേഹം ആ സമയത്തോടും PT ഉഷ പോലും അദ്ദേഹത്തിനോട് ഓടിയാലാകാത്ത വിധം അദ്ദേഹം ഓടിപ്പോകും. അത്ര വരെ അദ്ദേഹം ഓടാൻ കഴിയില്ല എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഓടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴും അത്യാവശ്യം വന്നപ്പോ ഇപ്പം പട്ടി എന്നെ കടിക്കും, ഇപ്പം ഞാനിവിടെ ഓടിയില്ലെങ്കിൽ എന്നെ പട്ടി കടിക്കുമെന്ന ബോധ്യം മനസ്സിലേക്ക് വന്നപ്പം വളരെ സെക്കൻഡ് കൊണ്ട് ആ മെസ്സേജ് പാസ് ചെയ്യും, ഇദ്ദേഹം ഓടുകയും ചെയ്യാണ്. ഞാനിത് പറയാൻ കാരണം നമുക്ക് പലതും ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ നല്ല കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠനം പൂർത്തിയാക്കി 25-26 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് നല്ലൊരു ജോലി എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഒരു നല്ലൊരു കസേരയിൽ നല്ലൊരു ഇരിപ്പിടത്തിൽ ഞാൻ ഇരിക്കണം, എനിക്കൊരു അഭിമാനപരമായ ഒരു ജോലി എനിക്ക് ലഭിക്കണം, അന്തസ്സായ ഒരു ജോലി എനിക്ക് ലഭിക്കണം, എന്റെ കുടുംബത്തിനും എന്റെ മാതാപിതാക്കൾക്കും എന്റെ നാട്ടിനും അഭിമാനമായി ഞാൻ വളരണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പഠനം കഴിയുമ്പോഴേക്ക് ഒരു അന്തസ്സുള്ള ജോലി നാട്ടിൽ ലഭിക്കണമെന്നും. പെൺകുട്ടികൾക്കും ഇപ്പൊ കുറച്ചുകൂടി സാധ്യതയുള്ള ലോകമാണ്. നിങ്ങളുടെ ഹിജാബും നിങ്ങളുടെ മക്തനയും നിങ്ങളുടെ വസ്ത്രങ്ങളും പർദ്ദയും ഒന്നും ഹനിക്കാതെ തന്നെ സുരക്ഷിതമായ ജോലികൾ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കുണ്ടാകേണ്ടത് മാനസികമായ ഒരു ബലവും ഒരു നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു 10 ആൺകുട്ടികൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിലൂടെ എന്താ പറയാ നിവർന്നു നിന്നിട്ട് നടന്നു പോകാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. 10 ആൺകുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നടക്കുമ്പോഴേ കാല് എങ്ങനെയാണ് വെക്കേണ്ടത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ കൂടി ഇങ്ങനെ പിന്നെ ഒറ്റ ഓടിപ്പോകലാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ആ ഒരു മാനസികമായ കരുത്തും നിങ്ങൾക്കുണ്ടെങ്കിൽ, ആരെങ്കിലും ഐ ലവ് യു എന്ന് പറയുമ്പം ഓടാ ഞാൻ ആ ടൈപ്പല്ല, ഞാൻ ആ ബിസിനസ് എനിക്കില്ല എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു കരുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത്. ആൺകുട്ടിയുടെ കഥ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഇത്രയും അധികം പെൺകുട്ടികളും അവരുടെ ഉമ്മമാരും ഈ സദസ്സിൽ വന്നതുകൊണ്ട് ഞാൻ സവിശേഷമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 3 വർഷം മുമ്പ് പെൺകുട്ടികൾക്കുമായിട്ട് മാത്രം ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു കോഴിക്കോട്. ആ കമ്പനി അവര് ആഗ്രഹിക്കുന്നത് മാനസികമായി നല്ല ബലമുള്ള, നല്ല കരുത്തുള്ള, തോറ്റാലും തോൽക്കാത്ത, തോറ്റു വീണാലും എണീറ്റ് നിൽക്കാൻ കെൽപ്പുള്ള പെൺകുട്ടികളെയാണ് അവർക്ക് ആവശ്യം. ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയല്ല, പക്ഷെ പതറാത്ത, തോറ്റാലും മണിട്ട് നിന്നിട്ട് 2 വർത്താനൊക്കെ പറയുന്ന പെൺകുട്ടികളെ തേടി ഒരു ഉന്നതമായ കമ്പനിയിൽ സുരക്ഷിതമായ നല്ല ശമ്പളമുള്ള ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ഇന്റർവ്യൂ നടക്കുകയുണ്ടായി. ഈ കഥ എന്റെ മുമ്പിലുള്ള പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളും ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് അതിൽ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ കുറെ ഡോക്ടേഴ്സും അതേപോലെ കുറെ എന്താ പറയാ എക്സ്പേർട്ടായ ആളുകൾ ഇരിക്കുകയാണ്. ഈ ജോലി തേടിയിട്ട് ഒരുപാട് പെൺകുട്ടികൾ, ഏതാണ്ട് 25ഓളം പെൺകുട്ടികൾ ഈ ജോലി തേടി വന്നു. അവരൊക്കെ ഈ ഇന്റർവ്യൂവിന് ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് വന്നത്. വന്നവരൊക്കെ ഒരു ക്യാബിനിൽ, ഒരു മുറിയിൽ അവരാക്കപ്പെടുത്തി. എന്നിട്ട് ഓരോരുത്തരായിട്ട് ഇന്റർവ്യൂവിലേക്ക് വരികയും ഇന്റർവ്യൂ കഴിഞ്ഞ് മറ്റൊരു മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് ഇതിന്റെ രീതി. അങ്ങനെ ആദ്യം ഒരു പെൺകുട്ടി വന്നു. പക്ഷേ ഈ ഇന്റർവ്യൂ ബോർഡ് മനഃപൂർവ്വം ബോധപൂർവം ഒരു കെണി ഒരുക്കി വെച്ചിരുന്നു. ഈ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ വഴുവഴുപ്പുള്ള സ്ലിപ്പായിട്ടുള്ള ഒരു ഏരിയ ആക്കി വെച്ചു. ഇത് ഇന്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടിയും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇന്റർവ്യൂ തുടങ്ങുകയാണ്. ഒന്നാമത്തെ പെൺകുട്ടി വളരെ പ്രതീക്ഷയോടെ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈഡ് ആകുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നു. ഇന്റർവ്യൂ ബോർഡിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വളരെ മനോഹരമായി ഡ്രസ് ധരിച്ച് മനോഹരമായി നടന്ന് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ എത്തുമ്പോഴേക്ക് അവൾ അറിയാതെ ആ വഴുവഴുപ്പിൽ ചവിട്ടുകയും അവൾ അവിടെ വഴുവഴുപ്പിൽപ്പെട്ട് അവൾ അവിടെ വീഴുകയും ചെയ്യാണ്. വീഴുമ്പോൾ അവൾ ആകെ പതറിപ്പോയി, സാരി നീങ്ങിപ്പോയി, അതേപോലെ മാല നീങ്ങിപ്പോയി, അതുപോലെ ഫയലിൽ പേന തെറിച്ചുപോയി, ആകെ പരിഭ്രമപ്പെട്ട് ആകെ ബേജാറായി. ഈ ഇന്റർവ്യൂ ഞാൻ പോകുമല്ലോ എന്ന ഭയത്തിൽ അവൾ ഓടി അവളെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ 2ാമത്തെ പെൺകുട്ടി വന്നു, 3ാമത്തെ പെൺകുട്ടി വന്നു, 4ാമത്തെ പെൺകുട്ടി വന്നു, 5ാമത്തെ പെൺകുട്ടി വന്നു. എല്ലാവരും ഇങ്ങനെ തന്നെ. അവരറിയുന്നില്ല ഞങ്ങൾ ഇത് നേരത്തെ ഒരുക്കി വെച്ച ഒരു കെണിയിലാണ് ഞങ്ങൾ അകപ്പെടുന്നത്. ആ വീണപ്പം ഈ വീഴ്ചയെ ഫേസ് ചെയ്യാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് തന്നെ ഓരോരുത്തരും അട്ടഹസിച്ച് കരഞ്ഞ് എലിഭ്യരായി പരിഹാസ്യരായിട്ട് മാറി മാറി പോവാണ്. ഓരോ കുട്ടി പോകുമ്പോഴും ഇന്റർവ്യൂ ബോർഡ് അവർക്ക് 0 മാർക്ക് ഇട്ടിട്ട് അടുത്ത പെൺകുട്ടിയെ കാത്തിരിക്കുകയാണ്. അവസാനം വന്നു ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിയിലേക്കുള്ള ശ്രദ്ധയാണ് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത്. ഈ പെൺകുട്ടി ഇതേപോലെ മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ ആ പെൺകുട്ടിയും വന്നു. ഇന്റർവ്യൂ ബോർഡ് കാത്തിരിക്കുകയാണ് ഒരു പെൺകുട്ടിയെങ്കിലും നമുക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ. അവൾ അതുപോലെ ഒരുങ്ങി വന്നു. അവസാനം ഇവിടെ എത്തിയപ്പോൾ ഇവൾ ട്രെയിൻഡായ പെൺകുട്ടി ആയതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവളും ആ വഴുവഴുപ്പിൽ അവളും വീഴാണ്.
അവള് വീണപ്പം അവളുടെയും സാരി നീങ്ങിപ്പോയി, ഫയൽ തെറിച്ചുപോയി, ആകെ ഒരു ജാള്യത വന്നു, അവൾ ആകെ കളിയാക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. പക്ഷെ ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞു, ഞാനിതാ വീണിരിക്കുന്നു ഇവിടെ, ഈ ഇന്റർവ്യൂയുടെ മുമ്പിൽ, ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഒരു ജോലി പ്രതീക്ഷിച്ചു വന്ന ഞാനിതാ വീണിരിക്കുന്നു. ഇനി വീണാൽ ഇനി എണീറ്റ് ഓടുന്നതിലല്ല കാര്യം, ഇനി വീണതിൽ നിന്ന് ഉരുളുന്നതിലുമല്ല കാര്യം, ഇനി എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് അവയർനെസ് ഉണ്ടായി, ബോധം, ഞാൻ വീണിരിക്കുന്നു, ഇനി ഇവിടുന്ന് എഴുന്നേറ്റ് നിൽക്കണം. അവൾ വീണതിനെ മറയാക്കി പെട്ടെന്ന് അവൾ സാരി റെഡിയാക്കി. എപ്രാളം കാണിച്ചില്ല, ബഹളം വെച്ചില്ല, അട്ടഹസിച്ച് കരഞ്ഞുമില്ല. അവൾ സാരി റെഡിയാക്കി, ഫയലും പേനയും ചേർത്ത് വെച്ചു. അപ്പൊ അവർ നോക്കുന്നുണ്ട്, മറ്റു കുട്ടികൾക്കില്ലാത്ത ഒരു അവയർനെസ്, ഒരു ജാഗ്രത ഈ കുട്ടിയിൽ അവർ കാണുകയാണ്. അവൾ മെല്ലെ സാരിയൊക്കെ റെഡിയാക്കിയിട്ട് ഫയലൊക്കെ ചേർത്ത് വെച്ചിട്ടും അവൾ മെല്ലെ അവിടെ നിന്നിട്ട് നിന്നപ്പോ ഈ ഇന്റർവ്യൂ ബോർഡിലെ മുഴുവൻ ആളുകളെ കുറിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ മനോഹരമായി നിന്നതിന് ശേഷം മുഖത്തൊരു ചിരി വിടർത്തി. ആ പെൺകുട്ടി മുഖത്തൊരു ചിരി വിടർത്തിയിട്ട് ആ ഇന്റർവ്യൂ ബോർഡിനെ നോക്കിയിട്ട് ഇവള് പറഞ്ഞ ഡയലോഗാണ് വളരെ പ്രധാനം. ബഹുമാനപ്പെട്ട ഇന്റർവ്യൂ ബോർഡിലെ അംഗങ്ങളെ, കുറെ നാളുകളായി ഞാൻ ഒരു നല്ല ജോലി അന്വേഷിച്ചിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കറങ്ങി നടക്കുന്നു. അവസാനം ഞാൻ വന്നു വീണത് ഒരു നല്ല കമ്പനിയിലായതിൽ എനിക്ക് സന്തോഷമുണ്ട്. വന്നു വീഴുക എന്ന് പറയുന്നൊരു പ്രയോഗം വളരെ മനോഹരമായി ക്രിയേറ്റീവായിട്ട് അവതരിപ്പിച്ചപ്പം ആ ഇന്റർവ്യൂ ബോർഡിലെ മുഴുവൻ ആളുകളും എഴുന്നേറ്റ് പറഞ്ഞു, നിന്നെ നമിക്കുന്നു, ഞങ്ങൾ സെലക്റ്റഡ്, നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നു. പെൺകുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് നിങ്ങളെ കൊടുക്കാനും, നേരത്തെ ആസിഫ് താരിഖ് സൂചിപ്പിച്ചതുപോലെ ചതിക്കുഴികൾ ക്യാമ്പസിലും സ്മൈലിയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് വരുമ്പം ഈ ചതിക്കുഴിയിൽ പെടാതെ ജാഗരൂകരായി നിൽക്കാനും നോ പറയാനുമുള്ളൊരു കരുത്താണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത്. എനിക്കറിയാം എത്രയോ പെൺകുട്ടികൾ ഡൽഹിയിലടക്കം SKSF സ്റ്റെപ്പിന്റെ കീഴിൽ 100ഓളം പെൺകുട്ടികൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ വിനീതൻ അതിന്റെ കോർഡിനേറ്ററാണ്. 100ഓളം പെൺകുട്ടികൾ കേരളത്തിലും ഡൽഹിയിലുമായിട്ടുള്ള വ്യത്യസ്ത ക്യാമ്പസിൽ ഗ്രാജുവേഷൻ ചെയ്യുന്ന MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന 100ൽ പരം പെൺകുട്ടികളും അവരുടെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം അവരുടെ ബിടെക്കും MBBS പൂർത്തിയാക്കിയതിനു ശേഷം SKSFന്റെ തണലിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട് പെൺകുട്ടികൾ. പക്ഷെ അവരോട് നമ്മൾ പറയുന്ന കാര്യം, നിങ്ങൾക്ക് എത്രയും പഠിച്ചു പോകാം. നിങ്ങളുടെ 18-19 വയസ്സാകുമ്പോഴേക്ക് കല്യാണം കഴിച്ച് അടുക്കളയുടെ കരിപ്പുകയിലേക്ക് പോകേണ്ടവരല്ല നിങ്ങൾക്ക് ഹിജാബിനകത്തു നിന്നും ഈ സമുദായത്തെ സേവിക്കാനും ഈ സമുദായത്തെ സമുദ്ധരിക്കാനും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വഴികാട്ടികളാകാനും സ്ത്രീ സമൂഹത്തെ ഉദ്ധരിക്കാനും നിങ്ങൾ തന്നെയാണ് കടന്നു വരേണ്ടത്. ഈ പെൺകുട്ടികളോട് നമ്മൾ പറയുന്ന വാക്ക്, നിങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ട്രസ്റ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ല. ഉമ്മാക്ക് തോന്നണം, ഉപ്പാക്ക് തോന്നണം, എന്റെ മോൾ എവിടെ പോയാലും, ഏത് ക്യാമ്പസിൽ പോയാലും, ഡൽഹിയിൽ പോയാലും, ഇനി വിമാനം പറന്ന് ഇന്ത്യക്ക് അപ്പുറത്ത് പോയാലും എന്റെ മോൾ അതേപോലെ തന്നെ തിരിച്ചു വരുമെന്ന ഒരു ബോധ്യം അവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പഠിക്കാനാകും, ഉന്നതമായ ജോലികളും ലഭിക്കാനാകും. ഡോക്ടർ അദീല അബ്ദുള്ള കോഴിക്കോട് കുറ്റ്യാടിക്കാരിയാണ്. ഈ പെൺകുട്ടി MBBS കഴിഞ്ഞു. സാധാരണ പെൺകുട്ടിയാണ്, സാധാരണ സ്കൂളിൽ പഠിച്ച സാധാരണ പെൺകുട്ടി. ആ കുട്ടി MBBS പഠിക്കാനുള്ള അവസരം ഉണ്ടായി. MBBS പഠനം പൂർത്തിയാക്കി. അട്ടപ്പാടിയിലും ആ കുട്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആഗ്രഹം ഉണ്ടായി, ഇതും പോരാ, ഞാൻ അൽഹംദുലില്ലാ എന്റെ ഭർത്താവ് നല്ല സപ്പോർട്ടാണ്, എന്റെ സമൂഹം നല്ല സപ്പോർട്ടാണ്. ഒരു കുഗ്രാമത്തിൽ MBBS പഠിച്ച് പാസ്സായി പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പം സമൂഹത്തിൽ കിട്ടിയ ആദരവും സമൂഹത്തിൽ കിട്ടിയ അംഗീകാരവും ആ പെൺകുട്ടി ഒരുപാട് പ്രചോദിപ്പിച്ചു. ആ പെൺകുട്ടി ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് സിവിൽ സർവീസ് നേടാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ജില്ലാ കളക്ടർ ആകാൻ ആഗ്രഹമുണ്ട്. ഒരു പെൺകുട്ടി, മുഖമക്കനെ ഇട്ട പെൺകുട്ടി, ഒരു ഇസ്ലാമിക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു കൊടുത്ത പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ജില്ലാ കളക്ടർ ആകാൻ സാധ്യതയുണ്ട്, ഭർത്താവ് സമ്മതിക്കും. ഭർത്താവ് പറഞ്ഞു, മോളെ, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് നീ തന്നൊരു ട്രസ്റ്റ് ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്, നിനക്ക് എത്രയും പഠിച്ചു പോകാൻ പറ്റും, അതിനുള്ള എല്ലാ പിന്തുണയും ഞാനും എന്റെ സമുദായവും തരും എന്ന് പറഞ്ഞപ്പം ഈ കുട്ടി ഡൽഹിയിൽ വരെ പോയിട്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് സിവിൽ സർവീസ് നേടി തിരിച്ചു വന്നപ്പം SKSFന്റെ സ്റ്റെപ്പിലെ കുട്ടികൾ ഈ ഡോക്ടർ അദീല അബ്ദുള്ളയുമായി ഇന്റർവ്യൂ നടത്തിയിരുന്നു. ഞങ്ങളുടെ സ്റ്റെപ്പിലെ SKSF സ്റ്റെപ്പിലെ പെൺകുട്ടികളടക്കം അവളെ വീട്ടിൽ പോയിട്ടും അവൾക്ക് സമ്മാനം കൊടുത്ത് അവളുമായി നന്ന ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അതിൽ കുട്ടികൾ ചോദിച്ചു, അല്ല ഡോക്ടർ അദീല അബ്ദുള്ള, ഡൽഹിയിലെ UPSC ആസ്ഥാനത്ത് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നീ മുഖമക്കാൻ ഇട്ടുകൊണ്ട് തന്നെയാണോ നീ ഇന്റർവ്യൂവിന് പോയത്? അപ്പൊ പെൺകുട്ടി പറഞ്ഞു, സത്യമായിട്ട് ഞാൻ അങ്ങനെയാണ് പോയതെന്ന് മാത്രമല്ല, എനിക്ക് ഉറപ്പുണ്ട് പല മുസ്ലിം നാമധാരികളും ഇന്റർവ്യൂവിന് വന്നിരുന്നു, കേരളത്തിന് പുറത്തുള്ള പല ആളുകളും. അവരുടെ ഡ്രസ് കോഡ് ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല. പക്ഷേ ഡോക്ടർ അദീല അബ്ദുള്ള മുഖമക്കനെ ഇട്ടുകൊണ്ട് തന്നെ പോയി ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. എല്ലാ ഉത്തരവും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിശ്വസിക്കുന്ന
ഞാൻ വിശ്വസിക്കുന്ന എന്റെ ആദർശത്തിൽ കണിശത പുലർത്തുകയും ആരുടെ മുമ്പിലും ആദർശത്തെ താഴ്ത്തിക്കെട്ടാത്ത മുഖമക്കനയിട്ടുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പ്രസന്നവതിയായി ആർജവത്തോടെ ഞാൻ നിന്ന് വന്നത് കൊണ്ട് തന്നെയായിരിക്കും എന്നോട് എതിർപ്പുണ്ടെങ്കിൽ പോലും, എന്റെ ആദർശത്തിൽ വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും അവർക്ക് എനിക്ക് ഇന്റർവ്യൂവിൽ കൂടുതൽ മാർക്ക് തന്നിരിക്കാം എന്റെ ആദർശ ബോധത്തിന് തന്നെയായിരിക്കുമെന്ന് ആ ഡോക്ടർ അദീല അബ്ദുള്ള പറയുന്നുണ്ട്. കൂട്ടിച്ചേർത്തവൾ പറഞ്ഞു, കുട്ടികൾ ചോദിച്ചു, ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടായിരുന്നില്ലേ ഡോക്ടർ അദീല? പ്രിലിംസ് കഴിഞ്ഞും മെയിൻസ് എക്സാം കഴിഞ്ഞും UPSC ആസ്ഥാനത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ വളരെ വളരെ പറയാ 2000 പേർ ഇന്റർവ്യൂ മുമ്പിൽ ഉണ്ടാകുമ്പോൾ 1000 പേരകത്തും 1000 പേരും പുറത്തുമായിരിക്കും പലപ്പോഴും. പിന്നീട് വീണ്ടും തുടക്കം മുതലേ പ്രിലിംസ് പാസ്സായിട്ട് വരണം, തിരിച്ചു വരാൻ നിനക്ക് പേടിയില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞു, ഡയലോഗ് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത്രയും പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട് പറയാണ്. ആ പെൺകുട്ടി പറഞ്ഞു, എല്ലാ കൂട്ടുകാരെ, സ്റ്റെപ്പിലെ പെൺകുട്ടികളെ, ആൺകുട്ടികളെ, നിങ്ങൾ ഭാഗ്യവന്മാരാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് സിവിൽ സർവീസിനെ കുറിച്ചുള്ള ഓറിയന്റേഷൻ ലഭിക്കുന്നു. നിങ്ങൾക്കൊരു സിവിൽ സർവീസ് നേടിയ ഒരാളുമായിട്ട് സംവദിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നു, സിവിൽ സർവീസ് എന്നത് ഒരു വലിയൊരു കടമ്പയാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കേവലം അധ്വാനം മാത്രം പോരാ, പടച്ചവനെ ശക്തമായി കൂട്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സുബൈ അതുവരെ നിസ്കരിച്ചിരുന്ന ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പം സുബൈക്ക് മുമ്പേ എഴുന്നേറ്റ്, നിസ്കരിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ മുമ്പേ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വുളു എടുത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് ഞാൻ എന്നും പടച്ചവനോട് പറയാറുണ്ടായിരുന്നു, പടച്ചവനെ സിവിൽ സർവീസ് IAS എനിക്ക് അനുഗ്രഹമാണെങ്കിൽ നീ എനിക്ക് തരണേ, ഇതെനിക്ക് പ്രതികൂലമാണെങ്കിൽ, എനിക്കിത് ഷർറാണെങ്കിൽ നീ എനിക്ക് ഇതൊരിക്കലും തരരുതേ എന്ന് ഞാൻ എന്നും പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാ. കാരണം എനിക്കൊരു പക്ഷേ അത് പ്രതികൂലമായിരിക്കാം, എന്റെ കരിയറിനെ അത് ബാധിക്കാം, എന്റെ കുടുംബജീവിതത്തെ അത് ബാധിക്കാം, എന്റെ മുസ്ലിം ജീവിതത്തെ അത് ബാധിക്കാനുള്ള കാരണം കൊണ്ടായിരിക്കാം എനിക്കത് പടച്ചവൻ തരാതിരുന്നത് എന്ന് പറയാനുള്ള ഒരു ബോധ്യം എനിക്ക് തന്നു എന്ന് പറഞ്ഞപ്പം ഞാനത് പറയാൻ കാരണം, പെൺകുട്ടികളെ എത്രയും പഠിച്ചുയർന്നു പോകാനുള്ള സാധ്യതകൾ നിനക്ക് ഈ ലോകത്തുണ്ട്. നിന്നെയും നിന്റെ മതത്തെയും നിന്റെ കുടുംബത്തെയും നിന്നെ പ്രിയപ്പെട്ട് പോറ്റി വളർത്തിയ ഉപ്പാനെയും ഉമ്മാനെയും മറക്കാത്തൊരു ലോകം. ഞാൻ ഇത്രയും അധികം ആമുഖമായിട്ട് പറഞ്ഞു പോകുന്നത് ഒളിച്ചോട്ടം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഈ ഒളിച്ചോട്ട നാളുകളിലും SKSF പറയുന്നു, പെൺകുട്ടികൾ പഠിക്കുക തന്നെ വേണം. ഒളിച്ചോട്ടത്തിന്റെ കഥകൾ പറയുന്ന ഈ കാലത്തും നമ്മുടെ പെൺകുട്ടികൾക്ക് സംശുദ്ധമായ ഇസ്ലാമിക ഐഡന്റിറ്റി സൂക്ഷിച്ചുകൊണ്ട് ക്യാമ്പസിൽ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു മുന്നേറുക, പഠിച്ചാൻ വരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആൺകുട്ടികളെ ഒന്ന് ആമീൻ ഉറക്കെ പറഞ്ഞട്ടെ. ആൺകുട്ടികളെ, നമ്മുടെ ലോകം വല്ലാത്തൊരു ലോകമാണ്. ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഗൾഫൊക്കെ മങ്ങി നിൽക്കുന്നൊരു സമയത്ത് പഠിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് ആൺകുട്ടികൾ പഠിച്ചു പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും പഠിക്കുന്ന ഈ കാലത്ത് ഒരു വലിയ ശതമാനം കുട്ടികൾ ക്യാമ്പസിലേക്ക് പോകുന്നു, ക്ലാസ്സിലിരിക്കുന്നു എന്നല്ലാതെ ഒരു കൃത്യമായ ലക്ഷ്യബോധവും ഇത് പഠിച്ചു കഴിഞ്ഞ് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്നും ആ നേടിയത് സമുദായത്തിൽ അടയാളപ്പെടുത്തി ഒരു മനുഷ്യനായി ജീവിക്കണമെന്ന ആഗ്രഹം പലപ്പോഴും വരുന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതൊന്നുമില്ല. വാഫിയുടെ സ്റ്റുഡൻസ് എന്റെ മുമ്പിലുണ്ട്, ബാക്കി തുടർന്ന് പല വിദ്യാഭ്യാസ കോഴ്സ് പഠിക്കുന്നവരുണ്ട്. ഒരു കൃത്യമായ ലക്ഷ്യം, നേരത്തെ ഹുദബി സൂചിപ്പിച്ചതുപോലെ ഒരു കൃത്യമായ ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടെങ്കിലും, എന്തെങ്കിലും നേടിയെടുക്കണമെന്ന കൃത്യമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് എന്തുണ്ട് നമ്മുടെ കയ്യിൽ എന്ന് നോക്കുന്ന അപ്പുറത്തേക്കും എന്തെനിക്ക് നേടണം, വാട്ട് ഡു യു വാണ്ട്, നിനക്കെന്ത് വേണമെന്ന ഒരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പഠിച്ചാലും നമ്മുടെ നിലവിലെ പരിമിതികളൊന്നും പരിമിതിയല്ല. കണക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷ് എനിക്കറിയില്ല, ഹിന്ദിയിൽ മാർക്ക് കുറവാണ്, സയൻസ് ഗ്രൂപ്പ് എനിക്ക് പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. നമുക്ക് എന്തെങ്കിലും ഒന്നാകണമെന്ന ഒരാഗ്രഹം, വാട്ട് ഡു ഐ വാണ്ട് എന്ന ചിന്തയിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ നോക്ക്, നിങ്ങൾ നാട്ടുകാരാണെന്ന് തോന്നല്ലോ, പക്രുവിനെ നിങ്ങൾക്കറിയാം. പക്രുവിനെ അറിയാം നിങ്ങൾക്ക്? ഗിന്നസ് പക്രുവിനെ അറിയില്ലേ? നോക്ക്, ആ ഗിന്നസ് പക്രുവിന്റെ ഒരു ശരീരത്തിന്റെ സൈസ് നോക്ക് നിങ്ങൾ, ആകെ ഇത്രയേ വലിപ്പമുള്ളൂ. പക്ഷെ അദ്ദേഹം ഒരിക്കലും തന്റെ പരിമിതിയിലേക്ക്, തന്റെ കുറവിലേക്ക്, തന്റെ പോരായ്മയിലേക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്തില്ല. തനിക്ക് ഇത്ര ശരീരമുള്ളെങ്കിൽ പോലും എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ആകണമെന്ന ഒരാഗ്രഹമായിരുന്നു മനസ്സിൽ. അതുകൊണ്ടാണ് എത്രയോ എന്താ പറയാ, ഗായത്രി എന്ന് പറയുന്ന ഒരു വലിയ പെണ്ണിനെ കല്യാണം കഴിച്ചു, വലിയ കാറിൽ യാത്ര ചെയ്യുന്നു, ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, ഗിന്നസ് ബുക്കിൽ വരെ പേര് വന്നു. അദ്ദേഹം എന്താ പറയാ,
അദ്ദേഹത്തിന്റെ കുഞ്ഞു ശരീരമാണെങ്കിൽ പോലും ആ ശരീരം കൊണ്ട് ജീവിതത്തിന്റെ സുഖം അനുഭവിച്ച് ജീവിതത്തിന്റെ ഉന്നതമായ മേഖലയിലേക്ക് കടന്നുപോയി. നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട് അതുപോലെ തന്നെ, ഇത്രയേ വലുപ്പമുള്ളൂ, പേര് ചെക്കോട്ടി എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പേര് ഗിന്നസ് ബുക്കിൽ വന്നിട്ടില്ല. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, അദ്ദേഹത്തിന് വലിയ വീടില്ല, അദ്ദേഹം വലിയ വണ്ടിയിലല്ല യാത്ര ചെയ്യുന്നത്. അദ്ദേഹം തന്റെ പരിമിതിയിലേക്ക് നോക്കി, ഞാൻ എന്റെ ശരീരം ആകെ അത്രയേ ഉള്ളൂ, കുഞ്ഞു ശരീരമാണ്, എനിക്ക് കാര്യമായിട്ടൊന്നും ഈ ലോകത്ത് ചെയ്യാനില്ല. അദ്ദേഹം ഉപജീവന മാർഗത്തിന് വേണ്ടി കുറ്റ്യാടി ബസ് സ്റ്റാൻഡ് അങ്ങാടിയിൽ ലോട്ടറി വിറ്റ് നടക്കുകയാണ് ഈ ചെക്കോട്ടി. രണ്ടും രണ്ട് തീരുമാനങ്ങളായിരുന്നു. ചെക്കോട്ടി തീരുമാനിച്ചു, ഞാനാകെ ഇത്രയേ ശരീരമുള്ളൂ, എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ, ഞാൻ ലോട്ടറി വിറ്റ് ജീവിക്കട്ടെ. അദ്ദേഹം ലോട്ടറി വിറ്റ് ഉപജീവനം ജീവിക്കുന്നു. പക്രു തീരുമാനിച്ചു, അല്ല, എനിക്ക് ഇത്രയേ ശരീരമുള്ളെങ്കിൽ പോലും എനിക്കും ചിലതൊക്കെ നേടിയെടുക്കണം. ഹി ലുക്ക് ടു ദ സ്കൈ, ആകാശത്തിലേക്ക് നോക്കിയപ്പം, വലുതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പം അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റി. ഇത് മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് എന്ത് നിലവിൽ നമ്മുടെ കയ്യിലുണ്ട് എന്നതല്ല പ്രശ്നം, നമുക്ക് എന്ത് നേടണമെന്നതാണ് പ്രശ്നം. നിങ്ങൾ ചെറുപ്പകാലത്ത് നമുക്കറിയാം, ഒരുപാട് കുട്ടികളുണ്ട് പഠിക്കുന്ന സമയത്ത് അത്രയൊന്നും മാർക്കില്ലാത്ത, അത്രയൊന്നും പെർഫോം ചെയ്യാത്ത കുട്ടികൾ. ചില അന്തരീക്ഷം അനുകൂലമായി വരുമ്പം വാഫിക്ക് പഠിക്കുന്ന കുട്ടികളെ വീണ്ടും ഉദ്ധരിക്കുന്നത്, എനിക്കറിയാം, എന്റെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച റഹീം എന്ന് പറയുന്ന കുട്ടി പഠിക്കാൻ വളരെ മോശമായിരുന്നു. ആകെ 2, 3, 4 മാർക്ക് വാങ്ങുന്ന കുട്ടി SLC പരീക്ഷ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ജയിച്ചു. അവൻ ആകെ അറിയാവുന്ന പണി നന്നായിട്ട് പാട്ടുപാടുന്ന കുട്ടിയായിരുന്നു. വേറെ ഒന്നിലും മാർക്കില്ല. പക്ഷെ ഈ പാട്ടുപാടുക എന്ന് പറയുന്നത് പ്രോഗ്രസ് കാർഡിൽ ഒരിക്കലും മാർക്ക് രേഖപ്പെടുത്താത്ത കാര്യമാണ്. പക്ഷെ ആ കുട്ടി കഷ്ടപ്പെട്ട് ജയിച്ചു. ജയിച്ചപ്പം ആരോ പറഞ്ഞു കുട്ടിയോട്, നിനക്ക് അവന് മതം പഠിക്കണം, ദീനും പഠിക്കണം, ദുനിയാവും പഠിക്കണം, മതവും പഠിക്കണം, അതേപോലെ ദുനിയാവും ഉണ്ടാകണം ആഗ്രഹിച്ചപ്പോ ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരു വാഫി കോളേജ് ഉണ്ട് ചൊക്ലിയിൽ എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട് ആ കുട്ടി അവിടത്തേക്ക് പോയി. അവിടെ പോയപ്പം അതുവരെ അവൻ ക്ലാസ്സിലെ ഏറ്റവും മൂലക്കിരിക്കുന്ന, ആരും ശ്രദ്ധിക്കാത്ത, ആർക്കും പേരർക്കിയത്ത് സ്വപ്നം, ഉറങ്ങാൻ കഴിയാത്ത വിധം മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന എന്താണോ അതാണ് സ്വപ്നം എന്ന് പറഞ്ഞ പോലെ ഉറക്കം വരുന്നില്ല. 11 മണിയായി ഉറക്കം വരുന്നില്ല, 12 മണിയായി ഉറക്കം വരുന്നില്ല, 1 മണി, 2 മണി, പല സമയത്തും ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോൾ 1:30 മണി, 2 മണി, അവസാനം 3 മണിക്ക് അവൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഉമ്മാനെ വിളിക്കാൻ പോവാ കുട്ടി. സാധാരണ ഉമ്മ വിളിച്ചാൽ എണീക്കാത്ത കുട്ടി, ആ കുട്ടി ഉമ്മാനെ വിളിക്കും. ഉമ്മ പറയും, മോളെ 3 മണിയായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ കുട്ടി പറയും, 3 മണി തന്നെയാ, 4 മണി, എന്താ പറയാ, നിങ്ങളോട് എണീക്കാൻ പറയുന്നത് പറഞ്ഞു ഉമ്മയെ കൈപിടിച്ച് എണീപ്പിച്ചിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടിക്ക് പകലൊരിക്കലും ഉറക്കച്ചടവ് ഉണ്ടാവൂല. ഇത് കാരണം നാളെ ടൂർ എന്നതാണെന്ന് മനസ്സിൽ വന്നതുകൊണ്ടാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മുത്തഖിയായ മനുഷ്യനും കൃത്യമായി അള്ളാഹുവിനെ വഴിപ്പെട്ട് ഹറാമുകൾ ത്യജിച്ചും ഫർളും സുന്നത്തും ചെയ്തിട്ട് കൃത്യമായി മുത്തഖിയായി ജീവിക്കുന്ന ഒരു മുസൽമാൻ ഒരു സന്തോഷവും അവന്റെ ഒരു പ്രതീക്ഷയും എന്ന് പറയുന്നത് നാളെ സ്വർഗത്തിൽ, അള്ളാന്റെ സ്വർഗത്തിൽ ഞാൻ കടക്കുമെന്ന് ചിന്തിക്കുകയും കടക്കുമെന്ന് ഉറപ്പിക്കുകയും അത് മനസ്സിൽ ആവാഹിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അവന് പൊളിച്ചപ്പ് 4 മണിക്ക് എണീറ്റ് തണുത്ത വെള്ളം കൊണ്ട് ഒതുകൊടുത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ടും ജീവിതത്തിന്റെ സുഖങ്ങളും രസങ്ങളും ഒഴിവാക്കിയിട്ട് അള്ളാഹ്ക്ക് വഴിപ്പെടാൻ കഴിയുന്നത് അവന്റെ മനസ്സിൽ സ്വർഗം നേരത്തെ വന്നുകൊണ്ടതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് പണിയെടുക്കാൻ പറ്റും, നമുക്ക് അധ്വാനിക്കാൻ പറ്റും, നമുക്ക് ഉത്സാഹിക്കാൻ പറ്റും, കഠിന പ്രയത്നം ചെയ്യാനും പറ്റും. പക്ഷേ ഇവിടുത്തെ എന്തെങ്കിലും ആകണമെന്ന ഒരാഗ്രഹം മനസ്സിലേക്ക് വരലാണ് പ്രധാനം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ഒരു കഥ ഞാൻ പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു സമ്മാനം വാങ്ങാൻ, അനുമോദനം കിട്ടാനും, അധ്യാപകന് വന്നിട്ട് നല്ല കുട്ടിയാന്ന് പറയുന്നത് കേൾക്കാനും, നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കാൻ, PTA മീറ്റിംഗ് കേൾക്കാനും, അതേപോലെ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വാങ്ങാൻ, നമ്മുടെ ഫോട്ടോ പത്രത്തിൽ വരുന്ന കാണാനും, ഫ്ലക്സ് ബോർഡിൽ നമ്മുടെ ചിത്രം വരുന്ന കാണാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും നമുക്കതിന് അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ കഥ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിലെ എനിക്ക് ആകെ ഇംഗ്ലീഷ് കിട്ടിയ മാർക്ക് 10 മാർക്ക് ആകെ കിട്ടിയത്. അത് 9 ആണെങ്കിൽ ശരിക്കും തോറ്റുപോകുമായിരുന്നു. അപ്പുറത്തിരിക്കുന്നത് റാഷിദ് എന്ന് പറയുന്ന അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവന്റെ നോക്കി എഴുതിയിട്ട് കിട്ടിയ മാർക്കാണ് ആകെ ഉള്ളത് 10 മാർക്ക്. എന്നാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 10ാം ക്ലാസ്സിലെ സുരേഷ് കുമാർ എന്ന് പറയുന്ന സാറ് 10ാം ക്ലാസ്സിൽ വന്നിട്ട് ആദ്യമായിട്ട് വന്നത് ഗുഡ് മോർണിംഗ് എവരിബഡി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഗുഡ് മോർണിംഗ് വന്നിട്ട് ക്ലാസ്സിലേക്ക് വന്ന ഓർമ്മയുണ്ട്. അതുവരെ നമ്മൾ കേൾക്കുന്ന ഗുഡ് മോർണിംഗ് സർ എന്ന് പറയുന്ന സാധാരണ ഗുഡ് മോർണിംഗ് വരും ഒരു നല്ല ഗുഡ് മോർണിംഗ് വന്നിട്ടും ചിരിച്ചുകൊണ്ടൊരു സാറ് വന്നപ്പം, സാറെ മുഖം കണ്ടപ്പം, നല്ല ഇംഗ്ലീഷ് ഭാഷ കേട്ടപ്പോ ഒരു ആഗ്രഹം ചോദിച്ചതാണ്, എനിക്കും ഒരു മാഷാകണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പോഴും ഓർമ്മ അദ്ദേഹം പറഞ്ഞ വാചകം, ഓക്കെ ഐ എം ഗോയിങ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിന് നല്ല ആക്സെന്റ് ആയിരുന്നു ഇംഗ്ലീഷിൽ. ഐ എം ഗോയിങ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. ഞാൻ പിറകുന്ന് വെറുതെ പറഞ്ഞു ക്വസ്റ്റ്യൻ എന്നൊക്കെ ഞാനും പറഞ്ഞു. ഐ എം ഗോയിങ് ടു ആസ്ക് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു രസകരമായ ലളിതമായ ഒരു
ചോദ്യം ചോദിക്കുകയാണ്. പക്ഷെ ആ ലളിതമായ ചോദ്യം സാധാരണ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ വേഗം തല താഴ്ത്തിയിരിക്കും. മാഷ്ക്ക് മനസ്സിലാവും ഇവന് ഉത്തരം അറിയില്ല. ഉടനെ ചോദ്യം നമ്മളോടായിരിക്കും. ചോദിക്കുമ്പോൾ നമ്മൾ കൈ നീട്ടിക്കൊടുക്കും. അങ്ങനെ അടി വെറുതെ സമയം കളയണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ അടി വാങ്ങിയിട്ട് ഞാൻ തലകുനിച്ചിരിക്കുന്ന 10 വർഷവും അങ്ങനെ ഇരുന്ന എനിക്കന്ന് ആദ്യമായിട്ട് ആ ഇംഗ്ലീഷ് സാറുടെ വരവും ആ മനോഹരമായ ഗുഡ് മോർണിംഗും ഐ ആം ഗോയിങ് ടു ആസ്ക് എ ക്വസ്റ്റ്യനും സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞപ്പം ആ ഭാഷയോട് തോന്നിയ ചെറിയൊരു സ്നേഹവും ചെറിയൊരു ആഗ്രഹവും ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ അവസ്ഥ സാർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്റെ അച്ഛന് ഒരു പട്ടിയുണ്ട്, എനിക്കൊരു പേനയുണ്ട് എന്ന് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം? എനിക്കൊരു പേനയുണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇത് പറഞ്ഞപ്പം എല്ലാ കുട്ടികളും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാനും വെറുതെ അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷെ വീണ്ടും മാഷ് പറഞ്ഞു, ആർക്കും അറിയില്ലേ, ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, എനിക്കൊരു പേനയുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ച് നോക്കുമ്പോൾ പേനക്കെന്താ ഇംഗ്ലീഷിൽ പറയാം? പേനക്കെന്താ പറയാം? പെൻ. അത് എനിക്കും അറിയാം, കുഞ്ഞു മൂക്കും അറിയാം. പെൻ. അപ്പം പെൻ കിട്ടിയപ്പം ഒരു ചെറിയൊരു സമാധാനമായി. പക്ഷെ എനിക്ക് ആലോചിച്ചപ്പോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. എനിക്ക് എന്നതിന്റെ ഇംഗ്ലീഷ് 10ാം ക്ലാസ്സിൽ കിട്ടാതായപ്പം വീണ്ടും ആലോചിച്ച അവസാനം ഐ ഓർമ്മ വന്നു. ഐ നമ്മൾ LKG ക്ലാസ്സിനെ പഠിക്കുന്നുണ്ട്, ഐ ലവ് യു എന്നൊക്കെ. അതുകൊണ്ട് അതിൽ ഐ ഉള്ളത് കൊണ്ട് തന്നെയാകാം ഐയും കിട്ടി പെന്നും കിട്ടിയപ്പോൾ ഒരു ധൈര്യം വന്നു. ഐയും പെന്നും കിട്ടിയിട്ട് ആർക്കും അറിയില്ല, ഇത്രയും ആൺകുട്ടികളും ഇത്രയും പെൺകുട്ടികളും ഉണ്ടായിട്ട് ഈ കൂട്ടത്തിൽ ആർക്കും അറിയില്ലേ എനിക്കൊരു പേനയുണ്ട് എന്ന് ഇംഗ്ലീഷ്. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് നിന്നാലോ എന്ന് ആലോചിക്കുമ്പോൾ പിറകുന്ന സംസാരം നടന്ന കുട്ടിയുണ്ട്, നിക്കടോ എന്ന് പറഞ്ഞു. ഒന്ന് പ്രോത്സാഹിപ്പിച്ചപ്പം ഞാൻ അറിയാതെ നിന്നുപോയി. നിന്നപ്പോൾ മാഷ് പറഞ്ഞു, ഇതാ ഒരു എഞ്ചിനീയർ ജനിക്കാൻ പോകുന്നു, ഒരു അധ്യാപകൻ പിറക്കാൻ പോകുന്നു, നിങ്ങൾ വെറും കരിക്കട്ടകൾ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചപ്പോ എനിക്ക് വീടാ വർക്ക് ആയിരുന്നു. ഏതായാലും ഉള്ള ധൈര്യം മുഴുവനും സംഭവിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ ആം എ പെൻ എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ എന്റെ കൂട്ടുകാരും ചിരിച്ചില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ നിൽക്കുക, മാഷ ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളെ കുട്ടികളിൽ? മാഷ മൂക്കത്ത് വിരൽ വെച്ച് പോയി. മാഷ ഒന്നും പറയാതെ ആ സമയത്ത് എന്റെ കൂടെയുള്ള റാഷിദിനും ആകെ സങ്കടം. പലപ്പോഴും ഉത്തരം പറയൽ റാഷിദാണ്. എന്റെ ഉത്തര പേപ്പറിൽ നോക്കി ഉത്തരം എഴുതണം റഷീദ് ഇന്ന് ഉത്തരം പറഞ്ഞിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ്. ഇത് ശരിയാവൂല, അവന് വാശി കൂടിയിട്ടുണ്ട്. ആ സമയത്തായിരുന്നു അധ്യാപകൻ രണ്ടാമത്തെ ചോദ്യം, എന്റെ അച്ഛനൊരു പട്ടിയുണ്ടെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പൊ റാഷിദ് ചാടി വീണ് പറഞ്ഞു, മൈ ഫാദർ ഈസ് എ ഡോഗ്. അപ്പൊ ഇത് പറയാൻ കാരണം ഞങ്ങൾ സ്റ്റാൻഡേർഡ് അതായിരുന്നു. ഏതാണ്ട് ആ സ്റ്റാൻഡേർഡിൽ പോയ ഞാൻ നോക്കും. ബട്ട് ആഫ്റ്റർ 7 years, 7 വർഷം കഴിഞ്ഞപ്പം ഞാൻ എന്റെ ഫഖർ പറയല്ല, ദുരഭിമാനം പറയല്ല, ഞാൻ എന്തെങ്കിലും ആയതുകൊണ്ട് പറയല്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ അത് തന്നെയാണ് കാലാകാലമെന്ന് നമ്മളും വിചാരിക്കരുത്, രക്ഷിതാക്കളും അങ്ങനെ വിചാരിക്കരുത്. ഈ കുട്ടിക്കും അത്യാവശ്യം വേണ്ട അനുകൂലമായ അന്തരീക്ഷം വന്നാൽ ഏത് ഉന്നതമായ മേഖല എത്തിപ്പിടിക്കാൻ പറ്റും. 7 വർഷം കഴിഞ്ഞപ്പം this Rashid came back as a teacher into that same school, not as a common teacher, as an excellent English teacher ആയിട്ട് തിരിച്ചു വരികയും 3 വർഷം കഴിഞ്ഞപ്പം കോഴിക്കോട് ജില്ലയിലെ മികച്ച അധ്യാപകനായിട്ട് എനിക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. കയ്യടിക്ക് കൂട്ടുകാരെ. ഓക്കെ, ഞാനിത് പറയുന്നത് 3 വർഷം ഞാൻ ഗൾഫിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്, ഞാൻ പുറത്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് എന്ന് പറയുന്ന സിവിൽ സർവീസിന്റെ 300 കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനത്തിന്റെ കോർഡിനേറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നല്ല വണ്ടിയുണ്ട്, പൈസയുണ്ട്, നല്ല മാഷാണ് കുട്ടികൾ പറയുന്നു. ഒരുപാട് സന്തോഷം. പക്ഷെ ആ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും എനിക്കില്ലായിരുന്നു. പലപ്പോഴും പറയാം, ഇപ്പം എന്നോട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, റഷീദ് പൊട്ടന്മാർക്ക് ഒരു സംഘടന ഉണ്ടെങ്കിൽ നീ അതിൽ പോയി ചേർന്നു, എനിക്ക് അതിന്റെ പ്രസിഡന്റ് ആകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ അധ്യാപകന്മാരുണ്ടാവും. നോക്കൂ എത്രമാത്രം ഭീകരമാണ് ആ വർത്താനം. പക്ഷെ ഇപ്പൊ എന്റെ ക്ലാസ്സിലേക്ക് ആ പറഞ്ഞ അധ്യാപകന്റെ മകളെ ചേർക്കാൻ വേണ്ടി അദ്ദേഹം ക്യൂ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ എങ്ങനെയാണോ ഇതേപോലെ തന്നെയാണ് ജീവിതകാലം മുഴുവനൊന്നും ചിന്തിക്കാതെ നമുക്ക് ദൈവം തമ്പുരാൻ കാത്തിരിക്കുന്നുണ്ട്. സുന്ദരമായ മനോഹരമായ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. നമ്മളെന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തെങ്കിലും എനിക്കൊന്നാകണം. തോക്കാൻ മനസ്സില്ല, ഇങ്ങനെയാകാനും മനസ്സില്ല. ജീവിതത്തിൽ ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ there is only one life in this world. ഈ ലോകത്ത് ഒരു ജീവിതയുള്ളൂ. Try to be maximum in it. ഇതിൽ മാക്സിമം ആയിട്ട് ഈ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സഹപ്രവർത്തകർക്കും സഹപാഠികൾക്കും സഹജീവികൾക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കരുത്താണ് നമ്മൾ നേടിയെടുക്കുക. ട്രെൻഡ് പോലത്തെ സംവിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ജീവിതത്തിൽ പലതും നേടിയെടുത്തവർ അത് മറ്റുള്ളവർ കൂടി പകർന്നു കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ക്ലാസ് മുറി രക്ഷിതാക്കളിൽ പലപ്പോഴും 3-4 കുട്ടികളാണ് പഠിക്കുന്നവർ. ബാക്കി എല്ലാവരും ഒന്നും പഠിക്കാത്തവർ എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്ന രംഗം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, സക്സസ് ഈസ് നോബഡീസ് മോണോപ്പൊളി. വിജയം എന്ന് പറയുന്നത് 4 പേരുടെ കുത്തകയൊന്നല്ല. is a birthright of everybody in the world. ലോകത്തിലെ എല്ലാവരുടെയും ജന്മാവകാശമാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. വേണ്ടതുപോലെ ഓറിയന്റേഷനും പ്രോത്സാഹനവും അംഗീകാരവും സ്നേഹവും കിട്ടിയാൽ വളരാത്തവരായിട്ട് ആരുമില്ല. എല്ലാം ഒട്ടും വിടരും.
all the buds will blossom if the atmosphere is favorable. അന്തരീക്ഷം അനുകൂലമാണെങ്കിൽ എല്ലാം ഒട്ടും വിരിയും. അന്തരീക്ഷം അനുകൂലമാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ചൂടുള്ള സമയത്തും ഈ സമ്മർ വെക്കേഷനിലും ക്ലാസ് മുറികളിൽ നിന്ന് കിട്ടാത്തത്, പലപ്പോഴും വാലിൽ പലപ്പോഴും കിട്ടാത്തത്, പുസ്തകം വായിച്ചാലും കിട്ടാത്തത്. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിപ്പെടണമെന്ന് അല്പമെങ്കിലും ആഗ്രഹമുള്ള കുറെ കൂട്ടുകാരെയും മാനേജ്മെന്റ് അസോസിയേഷൻ വിളിച്ചു ചേർക്കുകയും നിങ്ങളുടെ മുമ്പിലും പിറകിലും നിങ്ങൾക്ക് കാവലാളുകൾ അവർ ഇരിക്കുകയും ചെയ്യുന്നത് അന്തരീക്ഷം ഒന്ന് മാറ്റിയിട്ട് ഈ 2 സെഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഐ വാണ്ട് ടു ചേഞ്ച്, എനിക്കൊരു മാറ്റം ഉണ്ടാകണം. ഈ പോക്ക് പോയാൽ ചത്ത മത്സ്യങ്ങളെ പോലെ ഈ ഒഴുക്കിനൊത്ത് ഒഴുകാൻ എനിക്ക് മനസ്സില്ല. ജീവിതത്തിൽ തിരിച്ചു വരണം, ചേഞ്ച് വരണം. ജീവനുള്ള മത്സ്യങ്ങളെ പോലെ ഒഴുക്കിനെതിരെ നീന്തിയിട്ട് എന്റെ നാട്ടിൽ, എന്റെ കുടുംബത്തിൽ വ്യത്യസ്തനാകണമെന്നൊരാഗ്രഹം. ഗാന്ധിജിയെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പോർബന്ദറിൽ, ഗുജറാത്തിൽ ഒരു യുവാവായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? ഒരു ചരിത്രം ഉണ്ടാക്കണം ഈ നാട്ടിൽ. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു അഡ്വക്കേറ്റ് ബിരുദം മാത്രം. പക്ഷേ ഇന്ത്യ ദാഹിക്കുന്നത് കണ്ടു. ഇന്ത്യ പാരതന്ത്ര്യം അനുഭവിക്കുകയാണ്. ബ്രിട്ടീഷുകാരന്റെ കരാളഹസ്തത്തിൽ കുറെ കാലമായി ഇന്ത്യ തടവ് അനുഭവിക്കുന്നു. 857 മുതൽ സമരം തുടങ്ങി. പക്ഷേ ബ്രിട്ടീഷുകാർ വിട്ടുപോകാൻ തയ്യാറാകാത്ത സമയത്ത് അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇന്ത്യക്ക് ഞാൻ വാങ്ങിക്കൊടുക്കും സ്വാതന്ത്ര്യം. I will make India freedom. I will make India independent. ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു. വല്ലാത്തൊരു വർത്തമാനമാണ്, യുവാവിന്റെ ഒരു ഗർജനം പോലെ. പലരും ഒന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, നടക്കൂല ഗാന്ധി. വാട്ട് ഈസ് ദെയർ ഇൻ യുവർ ഹാൻഡ്? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് ഈ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ? ആ സമയത്ത് ഗാന്ധിജി പറഞ്ഞ വാചകമുണ്ട്, എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. ഐ ഹാവ് എ വെപ്പൺ. എന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് നോൺ വയലൻസ്. അത് എന്താണ്? അഹിംസയാ. ഒരു ഹിസ്റ്ററിന്റെ മാഷ് വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, ഇറ്റ് ഈസ് നോൺസെൻസ് യു ആർ ടോക്കിംഗ് ഓഫ്. ഇത് നിങ്ങൾ സംസാരിക്കുന്നത് മഹാവിഡിത്തമാണ്. കണ്ണുമൊഴിക്കാതെ, ബോംബിടാതെ, രക്തം ചിന്താതെ, തോക്ക് വെടിവെക്കാതെ എങ്ങനെ നിങ്ങൾ ഈ ബ്രിട്ടീഷുകാരന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി കൊടുക്കും? ഇത് നടക്കൂല എന്ന് പറഞ്ഞു. നടക്കൂല എന്ന് പറഞ്ഞപ്പോ എന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വഴിമാറി സഞ്ചരിച്ചില്ല. തന്റെ ആഗ്രഹമാ, ഇതെന്റെ ദൃഢനിശ്ചയമാ. ഈ ഗാന്ധി നേടിക്കൊടുക്കും കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഈ ഗാന്ധിജി നേടിക്കൊടുക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. അപ്പം മാഷ് പിന്നെയും പറഞ്ഞു നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ മാഷോട് ചോദിച്ചു ഗാന്ധിജി, മിസ്റ്റർ ടീച്ചർ, വാട്ട് ആർ യു ഡൂയിങ് ബൈ പ്രൊഫഷൻ? നിങ്ങളുടെ ജോലി എന്താ മാഷെ? മാഷ് പറഞ്ഞു, ഐ ആം എൻ ഹിസ്റ്ററി ടീച്ചർ. ഐ ടീച്ച് ഹിസ്റ്ററി. ഞാൻ ഹിസ്റ്ററിന്റെ മാഷ, ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആളാ. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, യു ടീച്ച് ഹിസ്റ്ററി, നിങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്നു. വേറാസ് ഐ ക്രിയേറ്റ് ഹിസ്റ്ററി, ഞാൻ ചരിത്രം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഇൻ 1947 വാട്ട് ഹാപ്പൻഡ് യു നോ? ഹി പ്രൂവ്ഡ് ഹിസ് വേർഡ്സ്. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡന്റ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു. തന്റെ നാട്ടിന് വേണ്ടി ജീവൻ സമർപ്പിച്ച് അദ്ദേഹം അവസാനം അദ്ദേഹത്തെ കൊന്നുകളയും ചെയ്തു മനുഷ്യന്മാർ. പക്ഷേ ഞാൻ പറയാം, അതൊരു തീരുമാനമാണ്, ഒരാഗ്രഹമാ. സമൂഹത്തിന്റെ കരുത്ത്, നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ മസിലും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സംഘടനക്ക് ആവശ്യമുണ്ട്, ദീനിന് ആവശ്യമുണ്ട്. നിങ്ങളെ നന്നാക്കാൻ ആർക്കും പറ്റൂല. നിങ്ങൾ വിചാരിക്കുന്നത് വരെ ഉപ്പയും ഉമ്മയും സമൂഹവും ഉസ്താദുമാരും തോറ്റുപോകുന്നു ഈ കരുത്തിന് മുന്നിലും. നല്ല തെളിച്ചമുണ്ട് നിങ്ങളുടെ മുഖത്ത്, നല്ല കരുത്തും നല്ല ആരോഗ്യവും നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ സമൂഹത്തിന്റെ എതിർച്ചയിൽ നീങ്ങിക്കുന്നത് കാണുമ്പോൾ ഉസ്താദുമാരുടെ ഹൃദയത്തിൽ ചങ്കിടിക്കുന്നു, അവർക്ക് സങ്കടം ഉണ്ടാകുന്നു, വേദനയുണ്ടാകുന്നു, അവർ ആശങ്കപ്പെടുന്നു, ആരോടും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ വിളിച്ച് സ്നേഹപൂർവ്വം പറയാണ്, ഒന്ന് വഴി മാറി സഞ്ചരിക്കണം, ഒന്ന് ബ്രേക്ക് ഇടണം. എന്നിട്ട് ആർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ സ്വയം വളരാൻ, സ്വയം വലുതാകാൻ ഒന്നാലോചിച്ചു. നിങ്ങളുടെ നന്മക്ക് വേണ്ടി നിങ്ങൾ വളരുകയും നിങ്ങളുടെ വളർച്ചയുടെ പ്രഭയിൽ അതിന്റെ സുഗന്ധവും അതിന്റെ പ്രകാശവും സമുദായത്തിനും കൊടുക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു ആജ്ഞയാണിത്. കൂട്ടുകാരെ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഒരു കുട്ടികളും മോശമായിട്ടില്ല, ഒരു യുവാക്കളും മോശമായിട്ടില്ല. നേരത്തെ അസിഫ്കാരുമായി സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കുന്ന, നല്ല മസിലുള്ള, കാണുമ്പോൾ ഒരു പോക്കിരിയാണെന്നൊക്കെ തോന്നുന്ന ചില മുഖങ്ങളിൽ നിന്നും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാര ഒഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പറയുമ്പോൾ, ഇസ്ലാം പറയുമ്പം ജീവിത വിജയത്തിന്റെ മന്ത്രങ്ങൾ സ്നേഹപൂർവ്വം പറയുമ്പം ആരും മാറാത്തതായിട്ട് ആരുമില്ല. എന്റെ 10G ക്ലാസ് മുറിയിൽ എനിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ അവാർഡ് ലഭിച്ച ക്ലാസ് മുറി ഒരു കുട്ടിയുണ്ടായിരുന്നു. ഏതാണ്ട് 19 വയസ്സുള്ള കുട്ടിക്ക്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കണ്ണൊക്കെ ഒരു കോങ്കണ്ണ് പോലെയാണ് കുട്ടിയുടെ കണ്ണ്. കുട്ടികൾ പറയാറ്, സാർ, ആ കുട്ടിക്ക് ജനിക്കുമ്പോൾ കോങ്കണ്ണില്ലായിരുന്നു, ആ കുട്ടി കോപ്പി അടിച്ചിട്ട് അങ്ങനെ കോങ്കണ്ണായിപ്പോയ, നമുക്ക് അപ്പുറത്തിങ്ങനെ നോക്കി എഴുതി കോങ്കണ്ണായിപ്പോയെന്നൊക്കെ പറയുന്ന എല്ലാവരും പരിഹസിച്ചുള്ള ഒരു കുട്ടി. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ചുമല് കൈവച്ച് പറഞ്ഞു, എടാ സംസു,
നീ ഐ ലവ് യു, എനിക്ക് എന്നെ ഇഷ്ട. എന്നോട് പറഞ്ഞ മാഷെ നിങ്ങളെ പടി എന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം വിജയിക്കാൻ കഴിഞ്ഞില്ല അവന്റെ മുമ്പിൽ. 11 മണിക്ക് ക്ലാസ്സിലേക്ക് വരിക. എല്ലാ അധ്യാപകരുമായിട്ടും പ്രശ്നമാണ്, എപ്പോഴും പ്രശ്നക്കാരനാണ്. ആർക്കും അവനോട് ഇഷ്ടമില്ല, അവനോ ആർക്കും ഇഷ്ടമില്ല. ഒരു സമൂഹത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വരുമ്പം നമ്മൾ പഠിച്ചു ട്രെൻഡിൽ നിന്ന് അങ്ങനെ മാറാത്ത ഒരാളുമില്ല. അവനോട് സമീപിക്കേണ്ടതുപോലെ സമീപിച്ചാൽ, സ്നേഹത്തോടെ പെരുമാറിയാൽ, അവൻ അംഗീകാരം കൊടുത്താൽ, അവന് പ്രശംസ കൊടുത്താൽ, അവനെ അഭിനന്ദിച്ചാൽ, അവനും ഒരിടം കൊടുത്താൽ അവനും നന്നാവെന്ന് പറഞ്ഞു. ഞാൻ കുറെ ആലോചിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ അവാർഡിലെത്തിക്കാൻ പ്രധാനപ്പെട്ട കാരണം സംസുവിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഞാൻ മനസ്സിലാക്കിയപ്പം അവനെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവനൊരു പെയിന്റിംഗ്, അവൻ ചിത്രം വരക്കും നന്നായിട്ട്. മാത്രമല്ല സംസു അവന്റെ ജ്യേഷ്ഠൻ പെയിന്റിംഗ് ചെയ്യുന്നവനാണ്. ചില ദിവസങ്ങളൊക്കെ പെയിന്റിങ്ങിന് പോകും ഇവന് 500-600 റുപ്യ കിട്ടും. അപ്പൊ അത് വലിയ പൈസയാണ് അവന്. കാരണം അവനെ പെയിന്റ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഇഷ്ടമുള്ളൊരു കലയാണ്, അതിൽ അവന് സന്തോഷം ലഭിക്കുന്നു, പൈസയും ലഭിക്കുന്നു. ക്ലാസ് മുറിയിലാണെങ്കിൽ അധ്യാപകരെ ചവിട്ടും കുത്തും പരിഹാസവും, ഒരു വസ്തു പഠിക്കാൻ കഴിയുന്നില്ല. പക്ഷെ സമൂഹത്തിന് സമ്മർദ്ദം കൊണ്ട് മാത്രം വരികയാണ്. പെയിന്റിംഗ് ആണ് ഇവന്റെ ഇഷ്ടവിഷയം, ചിത്രം വരെയാണ് ഇവന്റെ ഇഷ്ടവിഷയം. അതിലൊന്ന് തൊട്ടാൽ ഇവൻ മാറുമെന്ന് തോന്നിയപ്പം ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നോക്ക് നിങ്ങളുടെ ഈ ക്ലാസ് മുറി ആകെ വൃത്തികേടായിരിക്കുന്നു, ആകെ വരയും കുറിയും ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് വൃത്തികേടായിരിക്കുന്നു. നമുക്ക് ഈ ക്ലാസ് മുറി ഒന്ന് വൃത്തിയാക്കിയാലോ, ഒന്ന് മനോഹരമാക്കിയാലോ, ഒന്ന് വൈറ്റ് വാഷ് ചെയ്താലോ എന്ന് പറഞ്ഞപ്പം പെൺകുട്ടികളൊക്കെ പറഞ്ഞു, സാറേ എന്തിനാ വെറുതെ അങ്ങനെ വൈറ്റ് വാഷ്, നമ്മൾ പോകാനൊരിക്കല്ലേ, നമ്മുടെ ക്ലാസ് മാത്രം അങ്ങനെ വൈറ്റ് വാഷ് ചെയ്തിട്ടെന്താ കാര്യം? ഞാൻ വീണ്ടും ചോദിച്ചു, അല്ല അങ്ങനെയൊന്നല്ല, എന്നാലും എന്റെ ഒരു ആഗ്രഹമാണ് ഈ ക്ലാസ് മുറി മനോഹരമായിട്ട് കാണുക എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പം പിന്നെയും വൈറ്റ് വാഷിംഗ്, പെയിന്റിംഗ് എന്ന് പറഞ്ഞപ്പം അപ്പുറത്തിപ്പുറത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സംസുവിന്റെ മുഖത്ത് സന്തോഷത്തെ നേലാട്ടം കണ്ടു. ഞാൻ ഇടക്കിടക്ക് അവൻ ഒളികണ്ടിട്ട് നോക്കുന്നുണ്ട്. അവനെനിക്ക് പറഞ്ഞു, സാറ് പെയിന്റ് അടിയാണെങ്കിൽ ഞാൻ റെഡിയാന്ന് പറഞ്ഞു. പെയിന്റ് അടി ആണെങ്കിൽ നാ റെഡിയാ. അപ്പോ ഞാൻ പറഞ്ഞു, സംസു നീ റെഡിയാണോ? അതൊരു സ്നേഹത്തിന്റെ വർത്താനാണ്. അവൻ പറഞ്ഞു, സാറ് സുക്കൂർ റെഡിയാണെങ്കിൽ നാ റെഡിയാ. സുക്കൂർ എന്നാണ് അവന്റെ ഫ്രണ്ടാ. സുക്കൂർ ഉണ്ടാവുമെങ്കിലും ഞാനും റെഡിയാന്ന് പറഞ്ഞു. സന്തോഷമായി. ഞങ്ങൾ തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എച്ചമ്മനോട് ചോദിച്ചിട്ട് പെർമിഷൻ എടുക്കാം. അപ്പൊ എച്ചമ്മയുടെ അടുത്ത് പോയപ്പോ എച്ചമ്മ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു പരിപാടി. സാറ് പറഞ്ഞു, അത് ശരിയാവില്ല, അങ്ങനെ ഒരു ക്ലാസ്സിൽ മാത്രം പെയിന്റ് അടിക്കാൻ പറയുന്നത് ശരിയാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ പൈസ ഞങ്ങൾ തന്നെ എടുക്കൂ. ആ പൈസ നിങ്ങൾ തന്നെ എടുക്കുമെങ്കിൽ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ, അപ്പം എല്ലാത്തിനും അങ്ങനെയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പം പലപ്പോഴും പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ഈ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഇങ്ങനെ ഒരു ദിവസം കുറെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തിയിട്ട് ഒരു തസ്കിയത്തും ഒരു എഡ്യൂക്കേഷൻ മോട്ടിവേഷൻ എന്ന് പറയുമ്പം ഒരുപാട് എതിർപ്പുകൾ വന്നിട്ടുണ്ടാകും. എന്തിനാ അങ്ങനെ, നമ്മൾ മുമ്പുള്ളവർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അയച്ച പരിപാടി ഒന്നും വേണ്ടാന്ന് പലരും പറഞ്ഞിരിക്കും. പക്ഷെ വീണ്ടും സംഘടിപ്പിക്കുന്നത് കുറെ ആളുകളുടെ വാശിയായിരിക്കാം, നിർബന്ധ ബുദ്ധിയായിരിക്കാം. സമൂഹത്തിൽ സമുദ്ധാരണം നടക്കണം, നവോത്ഥാനം നടക്കണം. എന്നാലോ നമ്മുടെ ആദർശത്തിനും നമ്മുടെ ആശയത്തിനും സുന്നത്ത് ജമാഅത്തിനും പരിക്കേൽക്കാത്ത വിധം തന്നെ ഇതൊക്കെ നടത്തി കാണിച്ചു കൊടുക്കണമെന്ന വാശി ആർക്കോ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും സൈനുദ്ദീൻ ഫൈസി അടക്കമുള്ള ഇതിന്റെ സംഘാടകർക്കുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ രൂപപ്പെട്ടു വന്നത്. ഞാൻ പറയുന്നത്, ഞാൻ എച്ചമ്മനോട് പറഞ്ഞു സമ്മതം എടുത്തു. അപ്പൊ ഞാനോട് ചോദിച്ച എച്ചമ്മ, അല്ല ആരാണ് വാഷ് ചെയ്യാം? അപ്പൊ ഞാൻ പറഞ്ഞു, സാർ സംസുദ്ദീനോ? അത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും, കുറെ ആളുകളെ വളരെ മോശമായിട്ട് എല്ലാവരും മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണ് കുട്ടികൾ നന്നാകാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയല്ല, അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു. അവൻ കരണ്ട് പിടിച്ച് കയറും, അവൻ എന്റെ മേലെ കയറി വീണാലോ, ഞാൻ പറഞ്ഞു എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാനുണ്ടാവും ഞായറാഴ്ച. അവസാനം എച്ചമ്മ സമ്മതം തന്നു. ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, എച്ചമ്മ സമ്മതം തന്നിരിക്കുന്നു. നമ്മുടെ ക്ലാസ് മുറിയും ഞായറാഴ്ച വൈറ്റ് വാഷ് ചെയ്തും തിങ്കളാഴ്ച മനോഹരമായിട്ട് വരും. സംസ്വാ സമയത്ത് ശ്രദ്ധയോടെ സ്നേഹത്തോടെ തന്നെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന ഫണ്ട് നമ്മൾ എടുക്കണം, 500 രൂപ ഞാൻ തരാം, ഉസ്താദന്മാരും കൊടുക്കണം പൈസ അല്ലെ. അപ്പൊ ഞാൻ 500 രൂപ കൊടുത്തപ്പം ബാക്കി പൈസ അവരെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു വലിയ ടെൻഷൻ ഒഴിവാക്കുകയാണ്. ക്ലാസ്സിൽ എല്ലാവരും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കുട്ടി വളരെ പോസിറ്റീവായിട്ട് നല്ല വിടർന്നു വരുന്ന പോലെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ സ്റ്റാഫിലിരിക്കുന്ന സമയത്ത് സംസു സുക്കൂർ ഓടി വരികയാണ്. ഇങ്ങനെ സാധാരണ അവൻ ഓഫീസ് റൂമിൽ വരിക അടി തല്ല് കൊല്ലാൻ വേണ്ടി മാത്രം. അവന്റെ മുഖത്തൊന്ന് വലിയ സന്തോഷമുണ്ട്. എന്നോട് പറഞ്ഞു, സാറ് പൈസ പിടി എന്ന് പറഞ്ഞു. ഉറുപ്പിക പിടി പൈസ. ഞാൻ ഇത്ര വേഗം എവിടുന്ന പൈസ കിട്ടിയത്? അത് കുറച്ചുപേര് തന്നു, കുറെ ആളോട് ഞാൻ പിടിച്ചിങ് വാങ്ങിയിരുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം ഒന്ന് ശങ്ക ഉണ്ടായി, അല്ല നീ ഇപ്പൊ തന്നെ പണി, അല്ല സാറ് പിന്നെ അങ്ങനെ. അപ്പൊ ഞാൻ അവന്റെ കൈ പിടിച്ചു.
ഈ നല്ല SK7 പറ്റും, നീ നല്ല സംഘാടകനാ, കുട്ടികൾക്ക് പരാതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവർ മിടുക്കാണത് പൈസ വാങ്ങാന്നുള്ളതും. ഇനി ഒരു പഠിക്കുന്ന ഒരു കുട്ടിയെ ഏൽപ്പിച്ചെങ്കിൽ അവൾ വന്നിട്ട് പറയും, സാറ് എല്ലാവരും പറഞ്ഞു പൈസ തരൂല എന്നാ പറയുന്നത്, ആരും തരുന്നില്ല എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥ പലപ്പോഴും പറയാം. ആ കുട്ടിയുടെ സംഘാടന മികവായിട്ട് മാത്രം ഞാൻ കണ്ടു, ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു അതിനെ. ഇപ്പൊ ഞായറാഴ്ച പെയിന്റ് അടിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനിത് പറയുന്നത് സമൂഹത്തിൽ മാറ്റം നമുക്ക് പറ്റും. മാറണമെങ്കിൽ കുറെ ഉപദേശങ്ങളും കുറെ ശിക്ഷയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ കൗമാരക്കാരുടെ മനസ്സിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് കൂടുകെട്ടാൻ ഉസ്താദുമാർക്കും രക്ഷിതാക്കൾക്കും സംഘാടകർ കഴിഞ്ഞു. ഇവരൊക്കെ കൂടെ വരും. ഞാൻ ഞായറാഴ്ച അവരോട് വരാൻ പറഞ്ഞു. ഞാനൊരു 10 മണി 10:15 സ്കൂൾ എത്തുമ്പോഴും ഈ സംസുവും സുക്കൂറും തലയിലൊരു കെട്ടൊക്കെ കെട്ടി ഒരു കായലി മുണ്ടൊക്കെ കൊടുത്തിട്ടും വൈറ്റ് വാഷിന്റെ പാത്രത്തിൽ ഇതൊക്കെ കലക്കിയിട്ടും എന്നോട് ചോദിക്കാം, സാർ എന്താ ഇത്ര ലേറ്റ് ആയെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് എന്നോട് ഇങ്ങോട്ട് എന്നും 11 മണിക്ക് വരുന്ന ഇവൻ എന്നോട് ചോദിക്കും, സാർ എന്താ ലേറ്റ് ആയി, എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സോറി സംസു, ഞാൻ സോറി പറഞ്ഞു, സോറി കുറച്ച് ലേറ്റ് ആയിപ്പോയതാ, അതൊന്ന് കുഴപ്പമില്ല, തുടങ്ങട്ടെ സാർ. ഞാൻ തുടങ്ങിക്കും. എന്തോ ഒരു ആവേശം നാം. സത്യം പറഞ്ഞ 12, 1 മണി 2 മണി ആകുമ്പോഴേക്കും തലശ്ശേരി ഭാഗത്തുള്ള അറ പോലെ എന്റെ ക്ലാസ് മുറി മനോഹരമാക്കി 10th G എഴുതി വെച്ചു, ഡിസൈനിങ് ചെയ്ത് വൃത്തിയാക്കി. ഇടയ്ക്ക് സാർ എങ്ങനെയുണ്ട് സാർ? ഞാൻ പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ആവേശമായി. 4 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് വെയിറ്റ് ചെയ്തു. ഞാൻ എന്റെ കൈ പിടിച്ച് കുലുക്കി. അവൻ എന്നോട് ഭയങ്കര സ്നേഹം തോന്നി, എനിക്ക് അവനോടും സ്നേഹം തോന്നി. കൈ പിടിച്ചും പിരിയും. അവൻ പോയപ്പം ഞാൻ അവസാനം പോകുമ്പം അവിടുത്തെ കടയിൽ നിന്ന് 55 രൂപയുടെ ചെറിയൊരു ട്രോഫി, ഒരു മെമൻഡോ വാങ്ങി എന്റെ ബാഗിൽ വെച്ചു. എനിക്കന്ന് രാത്രി ഉറക്കം വന്നില്ല ശരിക്കും. ഞാൻ പിറ്റേ ദിവസം സംസുവിന്റെ ക്ലാസ് മുറിയിലേക്ക് കാണുന്നുണ്ട്. ഞാൻ പിറ്റേ ദിവസം 9:30 മണിക്ക് സ്കൂളിൽ എത്തുമ്പോൾ ഇവൻ നേരത്തെ വന്നിട്ടുണ്ട് സ്കൂളിൽ. സാറെ പ്യൂൺ എത്തിയിട്ടില്ല, ക്ലാസ് തുറന്നിട്ടില്ല. ഇവന് ക്ലാസ്സിൽ കയറാൻ വലിയ ആഗ്രഹമാണ്. ക്ലാസ്സിൽ കയറാൻ മടിക്കുന്ന, കയറിയാലും പുറംതിരിഞ്ഞിരിക്കുന്ന, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന സംസു ക്ലാസ് തുറക്കാഞ്ഞിട്ട് ആവലാതിയാണ്. ക്ലാസ്സിൽ പോയപ്പം എല്ലാ കുട്ടികളും വന്നിട്ട് പെൺകുട്ടികളൊക്കെ ചുമരിങ്ങനെ തൊട്ടിട്ട് എന്ത് രസാന്ന് പറയുമ്പം സംസു പറയാണേ, തൊടല്ലാന്ന്. എന്ത് ചുമര് തൊട്ട് വൃത്തിയാക്കല്ല. സാധാരണ ചവിട്ടി നശിപ്പിച്ചത് ഇവനാ. പക്ഷെ ഇന്നൊരു കുട്ടി തൊടുമ്പോ പോലും ഇതെന്റെ ക്ലാസ്സാന്നുള്ള ഫീലിംഗ് കുട്ടിക്കുണ്ടായി. ഞാൻ പറഞ്ഞു, പുസ്തകങ്ങളൊക്കെ പൂട്ടി വെക്കുന്നു. ഇത് കുട്ടിക്ക് വളരെ രസമുള്ള പരിപാടി അല്ലെ, പുസ്തകം പൂട്ടി വെക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, സംസു പ്ലീസ് കമോൺ എന്ന് പറഞ്ഞു. ആ സമയത്ത് സംസുവിന്റെ ഒരു വരവുണ്ട് ക്ലാസ്സിലേക്ക് അല്ലെ, ഒരു ഹീറോയിനെ പോലെ. എന്നിട്ട് അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, look at the walls, what a wonderful work Mr. Shamsuddin has done yesterday. ഒരു ക്ലാസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ആ സമയത്ത് എന്റെ ആൺകുട്ടികളും പെൺകുട്ടികളും അടിച്ചൊരു കയ്യടിയുണ്ട്. എത്ര നേരമാണെന്നാം, എത്ര ശക്തിയിലാണെന്നാം. ആ സംസു എന്റെ അടുത്ത് നിൽക്കുമ്പം ഞാൻ അവന്റെ ചുമലിൽ കൈവച്ചപ്പം അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ 2 വർത്താനം പറഞ്ഞു. സംസു, യു ആർ റിയലി എ വണ്ടർഫുൾ മാൻ. വീണ്ടും കുട്ടികൾ കൈയടിച്ചപ്പം സംസുവിലേക്ക് നോക്കുമ്പം, സംസു കുട്ടികളിലേക്ക് നോക്കുമ്പം ആകെ മാറിയ സംസുവാ. ഇന്നലെ വരെയുള്ള സംസുവല്ല ഈ സംസു. ഇന്ന് സംസു കുട്ടികളിലേക്ക് നോക്കുന്നതും ഇന്നലെ അവൻ നോക്കിയതുപോലെയല്ല. ഇന്നലെ വരെ എന്നെ അവൻ കണ്ടത് രൂപത്തിലെല്ലാം ഇന്ന് എന്നെ കാണുന്നത്. പാരഡൈം ഷിഫ്റ്റിംഗ് എന്ന് പറയും. ആളുകളെ മനസ്സിലാക്കുമ്പം, അടുത്തിടപഴകുമ്പം ഭയങ്കര മാറ്റം സംഭവിക്കും. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ച്. പലപ്പോഴും ഈ യുവാക്കളെ, ഈ കൗമാരക്കാരെ മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് തെറ്റും. സ്നേഹം കൊടുത്താൽ, ഇഷ്ടം കൊടുത്താൽ അവർ മാലാഖമാരെ പോലെ അവർ വരും. സമൂഹത്തിന്റെ അത്താണിയായി, സമൂഹത്തിന്റെ കരുത്തായി, ഊർജ്ജമായി. ഷംസാറുള്ള കുതിരയുടെ ഒക്കെ പ്രസംഗം കേട്ടിട്ട് എത്ര പേരാ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയൊരു താടിയൊക്കെ വെച്ച് ഒരു പാന്റൊക്കെ വല്ലാണ്ട് താഴത്തേക്ക് താണു പോകാതെ സൂക്ഷിച്ചും സുബൈക്ക് പള്ളിയിൽ വന്ന് നിസ്കാരത്തിന് ജമാഅത്തിന് കൂടി സംഘാടകരായി ഒരു പുതിയ ലോകമായി, ഒരു പുതിയ യുവാക്കൾ നമ്മുടെ നാട്ടിലേക്ക് ഉയർന്നു. വലിയ ഇഷ്ടമാണ് അവർക്ക്. സമൂഹത്തിന് ഭയങ്കര ഇഷ്ടമുണ്ടായി അവരോട്. ഒരു കഥ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു 3 പേർ ഇരിക്കുകയാണ്. ഒരു താടിയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ എന്തോ വളരെ ഗൗരവത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരാൾ വളരെ ഗൗരവത്തിൽ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേരും വളരെ സീരിയസ് ആയ ആളുകളാണ്. വളരെ കോൺസെൻട്രേറ്റ്, ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ ഗൗരവത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു രക്ഷിതാവും 2 കുട്ടികളും ആ വഴി കടന്നു വന്നു. രക്ഷിതാവും കുട്ടികളും കടന്നുപോയി. രക്ഷിതാവ്, ആ അച്ഛൻ, ആ ഉപ്പ ആ ബസ് സ്റ്റോപ്പിൽ അവരുടെ കൂടെ ഇരുന്നു. മ്ലാനനാണ്, എന്തോ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആ 2 കുട്ടികളൊന്നും അറിയില്ല. ആ കുട്ടികൾ ഓടിച്ചാടി മലക്കം മറിഞ്ഞ് ഇവരിയ്ക്കുന്ന ഭാഗത്തൂടെ ഓടിച്ചാടി അവർ താടിമലക്കൊന്ന് പിടിച്ച് ഇങ്ങനെ ഓടിക്കളിക്കുക. ചരളുവാരി ഇവർ എറിഞ്ഞ് ഇങ്ങനെ കളിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഈ 3 പേർക്കും ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. ഇതെന്താ ഒരു 2 കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നു? ഈ രക്ഷിതാവാണെങ്കിൽ ഇതെന്ത് രക്ഷിതാവാ? ഇയാളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇവർ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞു, പെരുവിർത്തുന്നിട്ടൊന്നും നിർത്തുന്നില്ല. ഈ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ 2 കുട്ടികൾ പിന്നെ ഇങ്ങനെ കളിക്കുകയാണ്. അവസാനം കൂട്ടത്തിലെ താടിക്കാരൻ ദേഷ്യം പിടിച്ചു. അവർ എഴുന്നേറ്റ് പറഞ്ഞു, അല്ല മനുഷ്യ, നാണ
നിങ്ങൾക്ക് എത്ര നേരമായി ഈ മക്കൾ ഇങ്ങനെ കളിക്കുന്നത്, ഞങ്ങൾക്കൊന്ന് പറയരുത് അവരോട് ഒന്നും മിണ്ടാതിരിക്കാൻ, ഞങ്ങൾ എത്ര നേരം ഇവിടെ നിന്ന് വായിക്കുന്നു, നല്ല മൂടും പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെക്കൊള്ള ആളിളകിയപ്പം പെട്ടെന്ന് അയാൾക്ക് ബോധം വന്നതുപോലെ അയാൾ പറഞ്ഞു, സോറി ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, അത് പെട്ടെന്ന് ഓക്കെ എന്റെ മക്കളിലെ സോറി, അത് എന്ത് അത്. പിന്നെ അവർ ചൂടായപ്പോൾ ഇവർ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇപ്പം കുറച്ച് ദൂരത്തുനിന്ന് വരികയാണ്, തൊട്ട് മുമ്പാണ് ഞാൻ അറിയുന്നത് എന്റെ ഭാര്യ ആക്സിഡന്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട്, അപ്പുറത്ത് കിടക്കുകയാണ്, ഈ 2 മക്കളുടെയും ഉമ്മയാണ് മരിച്ചത്, പക്ഷെ ഈ മക്കൾ അറിയില്ല അവരെ ഉമ്മ. അപ്പോഴേക്ക് ഇവരുടെ കണ്ണിന്ന് വെള്ളം വന്നു. ഇത് കേട്ടപ്പോ അവരുടെ 3 പേരുടെയും കണ്ണിന്ന് വെള്ളം വന്നു. അപ്പോഴും ആ കുട്ടികൾ അവിടുന്ന് ഓടിച്ചാടി കളിക്കുന്നുണ്ട്. പക്ഷെ അപ്പം ആ കുട്ടികൾ കളിക്കുന്നത് ഈ 3 പേരും നോക്കിക്കാണുന്നത് നേരത്തെ കണ്ണുകൊണ്ടല്ല. അവരുടെ കൂടെ കളിക്കാനും അവർ കളിക്കുന്നത് ആസ്വദിക്കാനും ഈ 3 ആളുകളും തയ്യാറാകുന്നത് കണ്ടപ്പോ ഇതിനാണ് പറയാ പാരഡൈം ഷിഫ്റ്റിംഗ്. പലപ്പോഴും നമ്മൾ കുട്ടികളെ, യുവാക്കളെ ഇവരെ വെറുക്കുന്നതും ഇവരെ ഇഷ്ടപ്പെടാത്തതും ഇവരെ കൂടെ കുതിര കയറുന്നതും ഇവരെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവർക്കൊന്ന് പറയാനുണ്ട്, അവരുടെ ഒരു യഥാർത്ഥ അവസ്ഥയുണ്ട്. അവിടെ അഡ്രസ് ചെയ്യാൻ പറ്റിയാൽ ഇവര് വരും, ഇവര് നന്നാകും. അങ്ങനെ നന്നായതിന്റെ ഒരുപാട് യുവാക്കൾ യുവാക്കൾ വളരെ മോശമാണ്, കുട്ടികളൊക്കെ വളരെ മോശമാണെന്ന് പറയല്ല. വഴിതെറ്റുന്ന യുവത ഞാൻ കണ്ടു. വരുമ്പോ റെയിൽവേ സ്റ്റേഷൻ ഞാൻ കണ്ടു, ഒരു സൈഡിൽ ഒരു പോസ്റ്റർ, വിഷയം മതപ്രസംഗ പരമ്പര, വിഷയം വഴിതെറ്റുന്ന യുവത. എന്തുകൊണ്ട് വഴിതെറ്റാത്ത യുവതയെക്കുറിച്ച് സംസാരിച്ചുകൂടെ നമുക്ക്? എത്ര യുവാക്കളുണ്ട് വഴിതെറ്റാതെ നല്ല വഴിയിൽ സഞ്ചരിക്കും. വഴിതെറ്റുന്ന യുവത, കുട്ടികളൊക്കെ മോശമാണ്, ലോകമൊക്കെ മോശമാണ്, വളരെ മോശമാണെന്ന് പറയല്ല. മോശമല്ലാത്ത ഒരുപാട് പേരുണ്ട്. മോശമുണ്ടെങ്കിൽ ഉത്തരവാദി ഞാനാ, ഉത്തരവാദി ഉസ്താദുമാരാ, ഉത്തരവാദി അധ്യാപകരാ, ഉത്തരവാദി ഉമ്മയുപ്പയാ, ഇവർ നല്ലോരാ, ലവ് യു, റിയലി ലവ് യു, നിങ്ങൾ നല്ലോരാ. നിങ്ങൾക്ക് പലപ്പോഴും കിട്ടേണ്ടതുപോലെ തരാൻ ഞങ്ങൾ പരാജയപ്പെടുത്താനാണ് നിങ്ങൾ ചിലപ്പോഴൊക്കെ മോശമാകുന്നത്. സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹന്നാസു കുല്ലുഹും, അങ്ങനല്ലേ? 2 വിഭാഗമുണ്ട് സമൂഹത്തിൽ, പണ്ഡിതന്മാരും ഉമറാക്കളും. അവർ നന്നായാൽ എല്ലാവരും നന്നായി, അവർ മോശമായാൽ എല്ലാവരും മോശമായി. അവർ മോശമായത് കൊണ്ടല്ല, അവർക്ക് നിങ്ങളെ തർബിയത്ത് ചെയ്യുന്നിടത്തും തസ്കിയത്ത് ചെയ്യുന്നിടത്തും ചിലപ്പോഴൊക്കെ ചില അക്ഷരത്തെറ്റുകൾ പറ്റുന്നുണ്ട്. ഈ ജമിയത്തുൽ മുഅല്ലിമീൻ മാതൃകയാണ്. ഇവർ നിങ്ങളെവിടെ വിളിച്ചു വരുത്തി, ആസിഫിനെ കൊണ്ടുവന്നു പറയിപ്പിച്ചു. ഈ വിനീതനെയും 6-8 മണിക്കൂർ യാത്ര ഉണ്ട് എനിക്ക്, 8 അല്ല 6, 12, 4 മണിക്കൂർ ട്രെയിനിലും, 1 മണിക്കൂർ ബൈക്കിൽ, 1 മണിക്കൂർ ബസ്സിൽ, 6 മണിക്കൂർ ഇവിടെ എത്താൻ, 6 മണിക്കൂർ തിരിച്ചുകൊണ്ട് 1 മണിക്കൂറാ സംസാരിക്കുന്നുള്ളൂ. 12 മണിക്കൂർ യാത്രയും 1 മണിക്കൂർ സംസാരവും ഒക്കെ ചെയ്ത് കൊണ്ടുവന്നതിന്റെ താല്പര്യം എന്ന് പറയുന്നത് എവിടെയോ ഒരു ചേഞ്ച് വരണമെന്നതുകൊണ്ടാണ്. ശംസുദ്ദീൻ അവിടെ ഒന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഞാൻ അവസാനിപ്പിക്കേണ്ട സെഷൻ സമയം വൈകിയിട്ടുണ്ട്, സംസ്കാരത്തിന്റെയും ഭക്ഷണത്തിന്റെയും സമയമായിട്ടുണ്ട്. ഇവൻ ചുമലിൽ കൈവച്ച് ഫോട്ടോ എടുത്ത് ഞാൻ സമ്മാനം കൊടുത്തപ്പം എന്നോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, സാർ ഞാൻ 13 കൊല്ലമായി സ്കൂൾ പഠിക്കുന്നു, 6 2 കൊല്ലം, 7 3 കൊല്ലം. ഞാൻ പറഞ്ഞു മതി, നിർത്ത്, സമ്മാനം പോയിട്ട് പോലും കിട്ടിയിട്ടില്ല സാർ. സാറ് മാനം കാക്കാൻ വേണ്ടി ഞാൻ ഇക്കുറി എങ്ങനെയെങ്കിലും SSLC ജയിക്കും, എന്റെ മാനം കാക്കാൻ വേണ്ടി 100% ജയിക്കണോ ഞാൻ ആഗ്രഹിക്കുന്നവൻ അറിയാം. സാറ് മാനം കാക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കും എന്ന് പറഞ്ഞു. ഫുൾ A+ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഇപ്പോഴും അറിയാം, വൈകുന്നേരം എല്ലാവരും ക്ലാസ് വിട്ടു പോയാലും വൈകുന്നേരം ക്ലാസ് മൂലയിലിരുന്നിട്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളടുത്തിരുന്നിട്ട് അവൻ ഹിന്ദിയും ഇംഗ്ലീഷും കണക്കും അക്ഷരങ്ങളും അക്കങ്ങളും പഠിച്ചെടുക്കുകയും പരമാവധി കുഴപ്പമില്ലാത്ത മാർക്കമായി ജയിക്കുകയും. എല്ലാ അധ്യാപകരും സംസു സോറിയടാ ഞാൻ അറിയില്ല നീ ഇത്ര ഉഷാരന്മാരാണ്, താങ്ക് യു സാർ. അങ്ങനെ അടങ്ങി ഒതുങ്ങി നല്ലവനായിരുന്നപ്പം കുട്ടികൾ പറഞ്ഞു സംസുവിനെ ലീഡറാക്കണമെന്ന് പറഞ്ഞു. ഈ സംസുവിനെ അവർ ലീഡറാക്കി, ക്ലാസ്സിലെ ലീഡറായി ഈ കുട്ടി ലീഡറായപ്പോ അവൻ നന്നായി എന്ന് മാത്രമല്ല അവന്റെ കൂട്ടുകാരൻ നന്നായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം നമ്മുടെ നാട്ടിൽ വെള്ളിയോട് എന്ന് പറയുന്ന പ്രദേശമുണ്ട്, ഒരു വലിയ മക്കാമൊക്കെ ഉള്ള ഒരു ഔലിയപ്പ ഒരു മരിച്ചു മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ചൊവ്വാഴ്ച ആണ്ട് നേർച്ചയാണ്. കുറെ കുട്ടികൾ ഉച്ചയ്ക്ക് അവിടെ പോയിട്ട് തിരിച്ചു വന്നില്ല, കുറച്ച് വികടന്മാരും. അപ്പൊ പിറ്റേ ദിവസം ഞാൻ കണക്കെടുക്കുമ്പോ ഇവര് പറഞ്ഞു, സംസുദ്ദീൻ വന്ന് പറഞ്ഞു, സാറേ 4 കുട്ടികൾ ഉച്ചക്ക് പോയിട്ടുണ്ട്, ഇവരൊക്കെയാണ്. അപ്പൊ ഞാൻ അവരുടെ ചോദ്യം ചോദിക്കുമ്പോൾ വേറെ കുട്ടികൾ പറഞ്ഞു, സാർ എന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ തൃശ്ശൂർ ഭാഷ അല്ല ഞാൻ സംസാരിക്കുന്നത്, എന്തുട്ടാ ഞാൻ പറയുന്നില്ല. അപ്പം ഇവർ പറഞ്ഞു, സാർ അൻസഫും പോയിട്ടുണ്ട് ഇന്നലെ ഉച്ചക്ക്. അപ്പൊ ഞാൻ സംസുവിനോട് ചോദിച്ചു, സംസു അൻസഫ് ഉച്ചക്ക് പോയത് നീ എന്താ പറയാത്തത്? സാറേ അത് ബബ്ബ എന്നറിയാം. എന്ത് ബബ്ബ? സാർ അവൻ നല്ല കുട്ടിയായതുകൊണ്ട് ഞാൻ വിട്ടത് അവനെ.
ഇവൻ കുട്ടികളെ ഉച്ചക്ക് വിടാനൊക്കെ തുടങ്ങിയെന്നർത്ഥം. കാരണം അവൻ നല്ല കുട്ടിയാന്നൊക്കെ തിരിച്ചറിയാനും. അതുകൊണ്ട് ഞാൻ വിട്ടതാ സാർ, നിങ്ങൾ എന്നോട് എനിക്കതിന് അനുവാദം തരുമെന്നുള്ള പ്രതീക്ഷയിൽ എന്ന് പറഞ്ഞും ആ കുട്ടി വലുതായി. ഒരുപാട് കഥകൾ അവന്റെ പിന്നീടും പറയാൻ, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും നന്നാകും, സമീപനം നന്നാണെങ്കിൽ. ഒറ്റ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി വളരെ സാധ്യതയുടെ ലോകം എനിക്ക് പറയാനുണ്ട്. ഒരുപാട് സമയത്തിന് കുറവ് വേണ്ട. കരിയർ കൗൺസിലിംഗിൽ ഒരുപാട് പറയാം. ഒരുപാട് സാധ്യതകളുണ്ട് പുതിയ കാലത്ത്. ഈ മാത്രമല്ല, ഡോക്ടറും എഞ്ചിനീയറും സിവിൽ സർവീസ് ഓഫീസറല്ല, പുതിയ കാലത്ത് ജോലി സങ്കല്പം എന്ന് പറയുന്നത് നന്നായിട്ട് വർത്തമാനം പറയാൻ കഴിയുന്നവനിക്ക്, ബഡായി പറയുന്നവന് ജോലി സാധ്യതയുണ്ട്. ബഡായില്ലേ, ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ബഡായി പറയുന്ന വാചാലതയുള്ള ആളുകൾക്ക് ജോലി സാധ്യതയുണ്ട്. ബിസിനസ്സിലൊക്കെ ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ അടിച്ചു പുറത്താക്കി. ക്ലാസ്സിൽ ഇവൻ വലിയ കുഴപ്പക്കാരനാ. അവസ്ഥ മുഹമ്മദ് വാഫി ഇസ്മായില് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. ഇവനെ കൊണ്ട് പൊറുതിമുട്ടിയപ്പം രവീന്ദ്ര മാഷ് ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കിയിട്ട് പറഞ്ഞു, നീ നന്നാവലടാ, വിട്ടോ, പോയിക്കോ, നീ എവിടെയെങ്കിലും പോയിട്ട് മരിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ അടക്കി വിട്ടു. ഇവന് സന്തോഷമായി. സ്കൂൾ ഒഴിവല്ലേ, പുസ്തകം വിമാനം പറപ്പിച്ച് ഇവൻ കയ്യും വീശി ഇറങ്ങി റോഡിലേക്ക് പോകുന്നു. ഇവന് വേഗം 18 വയസ്സായി. ആരോ പാസ്പോർട്ട് എടുത്തു കൊടുത്തു, വിസയും കൊടുത്തു. കഫ്റ്റേരിയയിലേക്ക്, ഗൾഫിലേക്ക്, ദുബായിലേക്ക് പോയി. ഒരുപാട് സങ്കടമുണ്ട് അവന് പോകുമ്പോൾ. കാരണം എന്റെ കൂട്ടുകാരൊക്കെ പഠിക്കണം. അധ്യാപകൻ ശപിച്ചു, ഉമ്മയും ഉപ്പയും വെറുത്തും, ഒന്നും കൊണ്ടും നന്നാവൂല, രക്ഷപ്പെടൂല, ഇവനൊന്നും കഴിയൂല എന്ന് പറഞ്ഞ് എല്ലാരും ഒഴിവാക്കി വിട്ടതാ ഇവനെ. പക്ഷെ അവൻ കഫ്റ്റീരിയയിൽ പോയി നിന്നപ്പം അവന്റെ ഡയലോഗാണ് എല്ലാവർക്കും പ്രശ്നം. ഭയങ്കര വർത്താന. പക്ഷെ കഫ്റ്റീരിയയിൽ എത്തിയപ്പം അവന്റെ ഡയലോഗ് പോസിറ്റീവായിട്ട് മാറി. അധ്യാപകർ, അവന്റെ ആ കസ്റ്റമേഴ്സിനെ ആകർഷിക്കപ്പെടുന്നു ഇവന്റെ വർത്താനം. കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഇവന്റെ വർത്താനം കേട്ട് ആവശ്യക്കാർ കൂടി വരുന്നു. മുതലാളിക്ക് ഇവന് ഇഷ്ടായി. ഇവൻ വന്നതോടുകൂടി കച്ചവടത്തിൽ തിരക്കും അഭിവൃദ്ധി ഉണ്ടായപ്പം മോനോട് പറഞ്ഞു, മോനെ, നിനക്ക് ജബ്ബാർ, നിന്നെ എനിക്ക് വളരെ ഇഷ്ടമായടാ. നമുക്ക് അധ്യാപകൻ അടിച്ച് പുറത്താക്കിയവനാ. പക്ഷെ കച്ചവടത്തിലേക്ക് വന്നപ്പം അവന്റെ അന്തരീക്ഷം മാറിയപ്പം, അവന്റെ ടേസ്റ്റിന് പറ്റിയ സ്ഥലം വന്നപ്പം, കച്ചവടത്തിനത് ഗുണമായപ്പം മുതലാളി പറഞ്ഞു, നിന്നെ എനിക്ക് ഇഷ്ടമായടാ. അതെനിക്ക് വലിയ പ്രചോദനമായി. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടും വീണ്ടും സജീവായി. ചുരുക്കി പറഞ്ഞാൽ 5 വർഷമാകുമ്പോഴേക്ക് ഇവർക്ക് രണ്ടുപേരും ഇവന് പാർട്ട്ണർഷിപ്പ് കൊടുത്തു. ബിസിനസ്സിൽ അവനെ കൂടി കൂറുകൂട്ടി. വലിയ 5-6 ബിസിനസ് സ്ഥാപനങ്ങളുള്ള വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഇവർ രണ്ടുപേരും കൂടി അവിടെ ഉണ്ടാക്കിയെടുത്തു എന്ന് ചരിത്രം. 5 വർഷം കഴിയുമ്പോഴേക്കും ഹിന്ദി അധ്യാപകർ മുഴുവനും ഹിന്ദി പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പഠിക്കാതെ പോയ ഹിന്ദി മനോഹരമായി സംസാരിക്കാൻ പഠിച്ചു ഇവൻ. അവിടെ അത്യാവശ്യം അറബി സംസാരിക്കാൻ പഠിച്ചു. ഇംഗ്ലീഷുകാരുമായുള്ള ഇടപെടലുകൾ കൊണ്ട് ഇംഗ്ലീഷും അത്യാവശ്യമായിട്ട് പറയുന്ന മനസ്സിലാകും. അവന്റെ വ്യക്തിത്വം നന്നായി, തട്ടി ഉഷാറായി, സൗന്ദര്യം പോലും കൂടി. എന്നിട്ട് 5 വർഷം കഴിയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളും, മനസ്സിൽ ഒരുപാട് സന്തോഷം, സുഖം, ആത്മവിശ്വാസം. തിരിച്ചു നാട്ടിലേക്ക് വരുമ്പം കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് അവൻ ഓർമ്മ വന്നു പോലും, എനിക്ക് ഇന്ന് ഞാൻ വളരെ ഭാഗ്യവാനാ, വളരെ സന്തോഷവാനാ, എനിക്കിന്നെല്ലാം ഉണ്ട്. ഇതിനൊക്കെ ആരാ കാരണക്കാരൻ? അന്ന് എന്നെ അടിച്ചു പുറത്താക്കിയ രവീന്ദ്ര മാഷ. തീർച്ചയായിട്ടും ഗുരുവിന് നന്ദി കാണിക്കണം. അതുകൊണ്ട് എയർപോർട്ടിൽ വെച്ച് ഡ്യൂട്ടി ഫ്രീക്ക് ലഭിക്കുന്ന നെഡോ, അതേപോലെ ടാങ്ക്, ബദാം, സ്പ്രേ, ചോക്ലേറ്റ്, അങ്ങനെ കുറെ സാധനങ്ങൾ പാക്കറ്റ് ആക്കിയിട്ട് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു പോലും നേരെ രവീന്ദ്ര മാഷ വീട്ടിലേക്ക് വിടും. വൈകുന്നേരം 4 മണി കയറി വന്നിട്ട് ജബ്ബാർ പറഞ്ഞു, ഗുഡ് ഈവനിങ് സാർ. ഇത് പറഞ്ഞപ്പോ രവീന്ദ്ര മാഷ് ബടാപ്പുറത്തോ വലിയ കട്ടിലിൽ ഒരു ഓട്ടയുള്ള ബനിയൻ വിട്ടിട്ട് ദിനേശ് പിടി വിളിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇതാരാ വന്നത്? സാർ, എന്നെ ഓർമ്മയുണ്ടോ? വർത്താനൊക്കെ നല്ല ഡയലോഗൊക്കെ വളരെ സുന്ദരമാണ്, നല്ല ആത്മവിശ്വാസമുണ്ട്. പണം വന്നാലും അല്ലെ, ആ സന്തോഷം വന്നാൽ, വ്യക്തിത്വ ഉഷാറായാലും, അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ സെൽഫ് എസ്റ്റീം കൂടും. സാറ് പറഞ്ഞു, എനിക്ക് നിന്നെ അറിയില്ല. അപ്പം അവൻ പറഞ്ഞു, സാർ, ഞാൻ പണ്ട് സാറ് അടിച്ചു പുറത്താക്കിയ ജബ്ബാറോ നീയോ എന്ന് പറഞ്ഞിട്ട് മാഷ് അത്ഭുതപ്പെടുമ്പോ, സാർ പിടി, ഇതെന്റെ സാർ എന്നെ അന്ന് അടിച്ചു പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല എന്ന് പറയുന്നു. എല്ലാ അധ്യാപകരെയും തെറി പറഞ്ഞും റോട്ടിലേക്ക് ഇറങ്ങിപ്പോകണമെന്നുള്ള മെസ്സേജ് അല്ല ഇത്. അതിന് പകരം തിരിച്ചറിയുക, ഇപ്പം നിങ്ങൾ എവിടെയോ ആണ്, ഇങ്ങനെ തന്നെയാണ് എന്റെ ലോകം എന്ന് വിചാരിക്കില്ല. നിങ്ങൾക്ക് പറ്റിയ അവസരങ്ങളുണ്ട്. എണ്ണി ഞാൻ പറയുന്നില്ല, ആർക്കും, എല്ലാവർക്കും അവർക്ക് പറ്റിയ അവസരങ്ങളുണ്ട്. ഒരു കഴിവ് ഉള്ളത് കൊണ്ട് മറ്റൊരു കഴിവില്ല എന്നല്ല. ലോകത്തെ ഏറ്റവും വലിയ ഫാസ്റ്റ് ബൗളർ ആരാ? പറ, ഏറ്റവും വലിയ ബൗളർ ആരാ ലോകത്തെ? എനിക്ക് ആരെയും അറിയില്ല, ഒന്ന് ഉറക്കെ പറ.
എനിക്ക് ആകെ ഇദ്ദേഹത്തെ അറിയാം, ഷുഐബ് അക്തർ അറിയാം, പാകിസ്ഥാന്റെ. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇതിന് മുമ്പുണ്ടായിരുന്നു. ഞാൻ കളി കാണുമ്പോൾ ഞാൻ നല്ല കളി കാണുന്നവനായിരുന്നു. പിന്നെ അത് മനസ്സിലായത് നമുക്ക് ഇതിലൊന്നുമില്ല, അവരിങ്ങനെ 6 അടിച്ച് സമാനമായി പോവാ, നമ്മളിങ്ങനെ വടിയാവുക. മനസ്സില്ല എന്ന് പറഞ്ഞ അവിടെ എണീറ്റ് പോയതാ, പിന്നെ കണ്ടിട്ടില്ല. അസറുദ്ദീൻ വരെ, ഷുഐബ് അക്തർ വരെ കണ്ടതാ. ആ ഷുഐബ് അക്തർ നല്ല ബോളറാന്ന് കരുതിയിട്ട് യേശുദാസിനെ എനിക്കറിയാം, പാട്ട് കേരളത്തിന്റെ ഗാനഗന്ധർവൻ. യേശുദാസ് നല്ല പാട്ടുകാരനുമാണ്. യേശുദാസ് ഒരു ദിവസം നല്ല പാട്ടുകാരനാണെന്ന് കരുതിയിട്ട് ക്രിക്കറ്റ് ക്രീസിൽ ബാറ്റും പിടിച്ച് നിൽക്കുകയാണ്. 3 സ്റ്റംപ് പിറകിലുണ്ട്, ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ പാട്ടുകാരനാണ്. ആരാ പന്തെറിയുന്നത്? ഷുഐബ് അക്തർ. ലോങ് പിച്ചില് മുടിയൊക്കെ ചീകിയിട്ട് ഇങ്ങനെ ഓടിക്കറിച്ച് വരുമ്പോ കിടുകിടാ പറക്കുന്നുണ്ടാവും. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ഹി ബൗൾസ്? എന്താ സംഭവിക്കുക ബോൾ ചെയ്യുമ്പോ? കുറ്റി മാത്രം 3 കുറ്റിയും ബാറ്റും യേശുദാസും അടക്കം 6 ആയിരിക്കും. അപ്പൊ ആരെങ്കിലും പറയോ യേശുദാസ് വെറും പോട്ടൻ എന്ന് പറയട്ടെ എന്ന് പറയോ? കാരണം അദ്ദേഹത്തിന്റെ ഏരിയ അതല്ല, അദ്ദേഹത്തിന്റെ ഏരിയ അതല്ല. ആ നേരെ തിരിച്ചാണെങ്കിലും യേശുദാസ് പാട്ടുപാടി തകർക്കുകയാണ്. ആളുകൾ ആനന്ദം കൊണ്ട് ഇങ്ങനെ നൃത്തമാടുകയാണ്. അടുത്തതായി പാട്ടുപാടാൻ വേണ്ടി ഷുഐബ് അക്തർ ക്ഷണിക്കുന്നു. എന്നാ സംഭവിക്കുക? എല്ലാവരും എണീറ്റോടും. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഓരോരോ ഏരിയ ഉണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിക്കും, ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. ഉള്ളിലേക്ക് നോക്ക്. വെർ ഈസ് മൈ സൈൻ? എന്റെ അടയാളം എവിടെയാ? എന്റെ പേരെവിടെയാണ്? എന്റെ വിജയമന്ത്രം, എനിക്ക് വിജയിക്കാൻ കഴിയുന്ന ഏരിയ എവിടെയാന്ന് നോക്ക്. ഉള്ളിലേക്ക് നോക്ക്. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ ലോകത്ത് മനുഷ്യരെ അള്ളാഹു പടക്കുമ്പം അവന് ജീവിതത്തിൽ വിജയിക്കാനുള്ള അവസരങ്ങൾ കൂടി എവിടെയോ പടച്ചു വച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടം നോക്കി പക്ഷെ കാണൂല. തുടരണം, വീണ്ടും നോക്കണം, വീണ്ടും നോക്കണം. ഹിസാബ്, കണക്കില്ലാതെ കൊടുക്കാൻ ഖജനാവിൽ ഉള്ളവനാണ് അള്ളാഹു. വിശ്വസിക്കൂ അള്ളാഹുവിൽ, അവനോട് പ്രാർത്ഥിക്കൂ. വലിയ ആഗ്രഹങ്ങളും മനസ്സിലുണ്ടാവൂ. അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ കാണും, നല്ല വഴികൾ കാണും. അള്ളാഹ് കാണിച്ചു തരും. അള്ളാഹ്ക്ക് ഇഷ്ടം ഇതാ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ആഗ്രഹിക്കാത്തവന്, തേടാത്തവന് എങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു നിങ്ങളെ ഓരോരുത്തരെയും. നമുക്ക് സമ്മാനവുമായിട്ട് നാളെ പരലോകത്ത് സ്വർഗം വെച്ചതുപോലെ തന്നെ ഈ ലോകത്തും നമുക്ക് വളർന്നു പിടിച്ച് കയറിപ്പോകാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് ഈ ലോകത്ത്. പക്ഷെ അതിനെ ആഗ്രഹിക്കുന്നവനും അത് തേടുന്നവനും മാത്രമാണ്. ഒരു വലിയ ബിസിനസ്സുകാരനെ ഇന്റർവ്യൂ ചെയ്ത ഒരു ലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിപ്പം ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഗൾഫ് കൺട്രീസിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളൊക്കെ ഒരുപാട് ബിസിനസ് ആളാണ്, സക്സസ്ഫുൾ ബിസിനസ്മാൻ. ചോദിക്കട്ടെ നിങ്ങളൊരു ചോദ്യം, നിങ്ങളുടെ ഈ വിജയയാത്ര എപ്പോഴാ തുടങ്ങിയത്? എവിടുന്നാ തുടങ്ങിയത്? നിങ്ങൾ ഇന്ന് അസൂയ തോന്നുന്ന വിധം നിങ്ങൾ വലിയ ബിസിനസ്സുകാരനാണ്. ഒരുപാട് തൊഴിലാളികൾ, ഒരുപാട് കുടുംബങ്ങൾ നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നു. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വന്നതാണോ? എങ്ങനെയാണ്? എപ്പോഴാണ് തുടക്കം? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ലെറ്റ് മീ ഷെയർ ദാറ്റ് സ്റ്റോറി. വൺസ് on an evening I was lying on my back on a shore. സീഷോർ, ഒരു കടലിന്റെ കരയിലും ഒരു കടലിന്റെ ഒരു തീരത്തും ഒരു ദിവസം വൈകുന്നേരം ഒരു മനോഹരമായ സായാഹ്നത്തിൽ ഞാൻ ഇങ്ങനെ മലർന്നു കിടക്കുകയായിരുന്നു. മൈ പോക്കറ്റ് വാസ് എംപ്റ്റി. കീശയിൽ ഒന്നുമില്ല. മൈ ബെല്ലി വാസ് എംപ്റ്റി. എന്റെ വയറ്റിലും ഒന്നുമില്ല. ഒരുപാട് ടൂറിസ്റ്റുകളും ഒരുപാട് ആളുകളും അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ മലർന്നു കിടന്നു ആ തീരത്ത്. ഞാൻ ആകാശത്തേക്ക് നോക്കി. ആകാശത്ത് നിറയെ എന്താ പറയാ, വിശാലമായ പരന്ന ആകാശം, അപ്പുറത്തോക്കും വിശാലമായ കടൽ, വിശാലമായ മണൽപ്പരപ്പും. ഇഷയിലൊന്നുമില്ല, വയറിലൊന്നുമില്ല. ഞാനിങ്ങനെ കിടന്നപ്പോ അല്പം മയക്കം വന്നു. ഞാൻ മയങ്ങിയപ്പം ഞാൻ വെറുതെ കണ്ടു മനസ്സിൽ ഞാൻ ചെറിയൊരു കട തുടങ്ങുന്നത്, അത് വലുതാകുന്നത്, അത് വലുതായി 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 വലുതായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്, ഇപ്പോ എന്റെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത്, ഞാനിപ്പോ എന്തൊക്കെയാണോ നേടിയെടുത്തത്, അത് മുഴുവനും എനിക്ക് ആകുന്നത് വരെ ഞാൻ കണ്ടു. അതിങ്ങനെ മുറിയാതെ കണ്ടു, വീണ്ടും കണ്ടു, ഞാൻ കണ്ണു തുറക്കാതെ കണ്ടു. എന്തൊരു സന്തോഷം! എന്റെ മനസ്സ് നിറഞ്ഞു. അത് മുഴുവനും കണ്ടു, മനോഹരമായിട്ട് പൊലിപ്പിച്ച് കണ്ടിട്ടും ഞാൻ മെല്ലെ കണ്ണു തുറന്നു. എന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോ ഒന്നുമില്ല. വയർ തട്ടി നോക്കുമ്പോൾ വയർ ഒട്ടിയടിക്കുന്നു. കീശയിലൊന്നുമില്ല. എല്ലാവരും സമയം സന്ധ്യ കഴിഞ്ഞു, എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ മെല്ലെ അവിടുന്ന് ഇറങ്ങി നടന്നു. ആ നടത്തമാണ് എന്റെ ജീവിതത്തിന്റെ ഈ വിജയ കഥയിലെ ഒന്നാമത്തെ നടത്തം, ഒന്നാമത്തെ പാഠം. അതാണ് എന്റെ തുടക്കം എന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങാൻ ഒന്നും വേണ്ട.
മനസ്സിൽ ആഗ്രഹം ഉണ്ടായാൽ മതി. പൗലോ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റിൽ, ഇഫ് യു ഡ്രീം സംതിങ് ഹൈ ദ ഹോൾ വേൾഡ് വിൽ കോൺസ്പയർ ടു ഹെൽപ്പ് യു. എന്തെങ്കിലും ആകണം, മാറണം എന്ന ചിന്ത നിന്റെ മനസ്സിലുണ്ടായാൽ ലോകം മുഴുവനും, പ്രപഞ്ചം മുഴുവനും ഗൂഢാലോചന നടത്തും. എന്തിനു വേണ്ടി? ടു ഹെൽപ്പ് യു, നിന്നെ സഹായിക്കാൻ. നീ ഇപ്പൊ കാണുമ്പോൾ നോക്കും ആരും ഉണ്ടാവില്ല, പക്ഷെ നീ തീരുമാനമെടുത്താലും നീ ആഗ്രഹിച്ചാൽ നിന്നെ സഹായിക്കാനും നിന്റെ കൂടെ കൂടാനും എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരിലും വിശ്വാസം അർപ്പിച്ചും ഒരു ചെറിയൊരു മാറ്റം, ഒരു നിമിഷം മതി മാറണം. ഒരു തീരുമാനം എടുക്കുക, ഒരു മാറ്റി നടത്തം, ഒരു തിരിഞ്ഞു നടത്തം. നിങ്ങളുടെ മുഴുവൻ സൗഭാഗ്യങ്ങളും ആ തിരിഞ്ഞു നടത്തത്തിൽ ഉണ്ടാകുമെന്നുകൂടി അറിയിച്ചുകൊണ്ടും ഇത്രയും നേരം ഈ ചൂടത്ത്, ഈ വിശന്നു പൊരിയുന്ന സമയത്ത് എന്നെ കേട്ടതിന് 1000 നന്ദി അറിയിച്ചുകൊണ്ടും ചെറിയൊരു ആക്ടിവിറ്റി, ഇത്രയും വലിയ ടീമായതുകൊണ്ട് ഞാൻ ആക്ടിവിറ്റി ഒന്നും തരാതിരുന്നതും ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും പുസ്തകങ്ങളൊക്കെ ഫയലൊക്കെ താഴെ വെച്ചു. നിങ്ങൾ സോഡ കുടിക്കാറുണ്ടോ? കുട്ടികൾ എഴുന്നേറ്റുന്നാ മതി. സോഡ കുടിക്കാറുണ്ടോ? സോഡ കുടിച്ചിട്ടുണ്ടോ? സോഡ ഏത് സോഡ? ലൈം സോഡ കുടിച്ചിട്ടുണ്ടോ? ഏത് കടയിൽ നിന്നാ സോഡ കുടിക്കാറ്? ഏത് ഏത് പേരെന്താ? ബേക്കറിന്റെ പേരെന്താ? ആളെ പേര് മമ്മൂക്ക. ഓക്കെ, മമ്മൂക്ക എന്ന് പറയുന്ന ആടെ കളയിൽ പോയിട്ട് സോഡ കുടിക്കുകയാണ്. ഇതെല്ലാവരും ചെയ്യണ ഈ ആക്ടിവിറ്റി വളരെ രസകരമാണ്. നീ കുറെ കാലം ഇതിന്റെ ഊർജ്ജം ഉണ്ടാവും. ഞാൻ പറയും, മമ്മൂക്ക ഒരു സോഡ എന്ന് പറയുമ്പോൾ ഈ ബിൽഡിംഗ് കിടുങ്ങിപ്പോകുന്ന ശബ്ദമൊക്കെ എല്ലാവരും മമ്മൂക്ക ഒരു സോഡ പറയോ? അങ്ങോട്ടും പറയണം, റൈറ്റ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ എന്ത് ചെയ്യും? സോഡ പൊട്ടിക്കും മമ്മൂക്ക. എങ്ങനെ പൊട്ടിക്കുമ്പോ നിങ്ങൾ എല്ലാവരും പൊട്ടിക്കണം. പൊട്ടിച്ച ഉടനെ ഗ്യാസ് ഉണ്ടാവും. പിന്നെ വെള്ളം ഗ്ലാസ്സിൽ ഒഴിക്കും. പിന്നെ ലെമൺ പിഴിയും, ഉപ്പിടും, കിലി ഇളക്കും, കുളു കുടിക്കും, ഏമ്പക്കോടും. റെഡിയാണോ? റെഡിയാണോ അങ്ങോട്ടുള്ള? റെഡിയല്ലേ? Just for a time pass and just for a joke, it will give you something. Okay, come on. Okay, മമ്മൂക്ക ഒരു സോഡ. അതൊന്നും പോരാ, ഒറ്റ ശബ്ദത്തിൽ വരും. നല്ല വൈൻഡിങ് അപ്പ് ആയിരിക്കണം. ഉസ്താദിന്റെ തസ്കിയത്തോടി ബാക്കിയുണ്ട്. മമ്മൂക്ക ഒരു സോഡ. മസിനെ പിടിച്ചിരിച്ചു കൈതാട്ടിലേക്ക് ഹബീബ്. ഓക്കെ, ഒന്നുകൂടി. മമ്മൂക്ക ഒരു സോഡ. കുളു. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. ഒരു ചെറിയ വിദ്യാഭ്യാസ കോഴ്സിന് സംബന്ധിച്ച ഒരു 2 മിനിറ്റ് സംസാരം കൂടിയുണ്ട്. അതിനുശേഷം നന്ദി പറഞ്ഞ് നമുക്ക് പിരിയാവുന്നതാണ്. 2 മിനിറ്റും കൂടി ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സാധാരണഗതിയിൽ നമ്മുടെ പരിപാടിയുടെ അവസാനം ഒരു നന്ദി പ്രഭാഷണം ഉണ്ടാവും അല്ലേ? നന്ദി, അത് ഒരാളാണല്ലോ പറയുക. സംഘാടകരിൽപ്പെട്ട ഒരാൾ നന്ദി പറയും. ഞാൻ ചോദിക്കുന്നത്, ഈ വലിയ പരിപാടി സംഘടിപ്പിച്ചതിൽ നിങ്ങൾക്ക് നന്ദിയുണ്ടോ? നിങ്ങൾക്ക് നന്ദിയുണ്ടോ? പരിപാടി നന്നായോ? എങ്കിലും ഒരു തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞേ. അൽഹംദുലില്ലാഹ്. ഇനി ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ 2 ക്ലാസ്സുകൾ, ഒന്ന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 ക്ലാസ്സുകൾ 1.5 മണിക്കൂർ വീതമാണ് നടന്നത്. ഇനി 3ാമത്തെ ക്ലാസ് നമ്മളെ ഷെഡ്യൂൾ അനുസരിച്ചുണ്ട്. പക്ഷെ 1.5 മണിക്കൂറിന് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? അരമണിക്കൂർ എന്ന് പറഞ്ഞാലോ? 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്നാലേ നിങ്ങളെല്ലാവരും ഇപ്പോൾ വളരെ ആവേശത്തിലാണ്. ആത്മീയത വിജയത്തിന്റെ വഴി എന്നുള്ളൊരു വിഷയമാണ് അവതരിപ്പിക്കുക. ഞാൻ വിഷയമൊന്നും അവതരിപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് 3 ആയത്ത് നമ്മളെല്ലാവരും കൂടെ ഓതുകയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. എന്നെല്ലാവരും എഴുന്നേറ്റ് തന്നെ ഞാൻ ഓതുന്ന പോലെ ഓതുക കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم ഇരിക്കി സദഖല്ലാഹു മൗലാന അൽ-അലിയ്യുൽ അലീം വസദഖ വബല്ലഗ റസൂലുഹു നബിയുൽ കരീം. വിശുദ്ധ ഖുർആൻ നമ്മെ ഏത് രംഗത്തും നമ്മെ പ്രചോദിപ്പിക്കുന്ന, നമുക്ക് ഊർജം തരുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ. വെറുതെ ഓതിയാൽ തന്നെ ധാരാളം പ്രതിഫലമുള്ള കാര്യമാണ്. മാത്രവുമല്ല, ആത്മീയ രംഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ എല്ലാ ദിവസവും ഒരിത്തിരി സമയം ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്ന ഒരു ശൈലി ജീവിതത്തിൽ ഉണ്ടാവുക. സുബഹി നിസ്കരിക്കുന്നവരാവുമല്ലോ എല്ലാവരും അല്ലേ? നിസ്കാരം കഴിഞ്ഞ് ഒരിത്തിരിയെങ്കിലും ഖുർആൻ ഓതുക. അത് നമ്മുടെ ഭൗതിക പഠനമായിരുന്നാലും നമ്മുടെ മതപഠനമായിരുന്നാലും എല്ലാ പഠനത്തിനും നമുക്ക് ഊർജം നൽകുന്ന അള്ളാഹു നൽകിയ കലാമാണ്. അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താ പറയുന്നത്? ഇഖ്റ. മക്കളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക. എന്താ വായിക്കേണ്ടത്? അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തും വായിക്കാം, പക്ഷെ ആ വായന ബിസ്മി റബ്ബിക്, നിന്റെ റബ്ബിന്റെ നാമത്തിലാവണം എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് എന്ത് നമ്മൾ പഠിച്ചാലും അത് ഇബാദത്താണ്, അതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഇതാണ് വിശുദ്ധ ദീനിന്റെ അധ്യാപനം. ഈ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനുമായി എപ്പോഴും ബന്ധപ്പെടുന്ന, നിത്യജീവിതത്തിൽ ഒരു പേജെങ്കിലും ദിവസേന ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ശൈലി നിങ്ങളൊക്കെ സ്വീകരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്ന വിഷയത്തിൽ സത്യത്തിൽ ഒരു ചെറിയ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്, ഞാനത് പറഞ്ഞു ദൂരിപ്പിക്കുന്നില്ല. ഒരു കുടുംബയോഗത്തിലെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ആശുപത്രിയും ഇവിടെ വരേണ്ടിയിരുന്നത്. ആ കുടുംബയോഗത്തിൽ അദ്ദേഹത്തിന് സംബന്ധിക്കാൻ സാധ്യമാവാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പട്ടേപ്പാടത്തുള്ള സലാമ് നമ്മോട് പറഞ്ഞതാണ്, ഇങ്ങനെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേൽ സ്വീകരിക്കാം. അത് നമ്മുടെ റേഞ്ച് മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ടാണ്. അൽഹംദുലില്ലാ, അത് വളരെ റാഹത്തോടുകൂടെ. നിങ്ങളൊക്കെ സംതൃപ്തരാണല്ലോ. ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനി സംഘടിപ്പിക്കാമല്ലോ അല്ലേ? അതോടെ അവസാനിപ്പിക്കാം. അപ്പൊ ഏതായിരുന്നാലും മാനേജ്മെന്റ് വളരെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ ഹാള് നമ്മൾ ഉദ്ദേശിച്ചിരുന്നതിന്റെ തൊട്ടപ്പുറത്ത ഏരിയയിലാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഹാള് വലിയ വാടകയൊക്കെയാണല്ലോ അല്ലേ? ഒരുപാട് വാടക കൊടുക്കണം. പക്ഷെ നമ്മൾ വളരെ നിസ്സാരമായൊരു ക്ലീനിങ്ങിനുള്ള ചെറിയൊരു പൈസയെ കൊടുത്തിട്ടുള്ളൂ. നമ്മോട് ഇവിടെ തന്നെ നടത്തിക്കോളാൻ പറഞ്ഞു ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ. ഇതൊരു നല്ല സംരംഭമാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമല്ല, അദ്ദേഹം ഞാൻ ഓർക്കുന്നുണ്ട്, ഏകദേശം ഒരു 4 കൊല്ലം മുമ്പ്, 4.5 കൊല്ലം മുമ്പ് ഞാനിവിടെ വന്ന ഉടനെ ഇതിന്റെ ഓണറുമായി എന്തോ ഒരു വിഷയം സംസാരിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു ക്ലാസിനെ കുറിച്ചാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പൊ ഇന്ന് ഈ ക്ലാസിന്റെ ആദ്യത്തിൽ അദ്ദേഹം അത് പറയണ്ടായി. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ വളരെ സഹകരിക്കുന്ന ഒരു ടീമായതുകൊണ്ട് വളരെ ചെറിയൊരു ക്ലീനിങ്ങിനുള്ള പൈസ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അള്ളാഹു താല അദ്ദേഹത്തിന്റെ ഇടപാടുകളിൽ, ബിസിനസ്സുകളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതേപോലെ ഇതിനുവേണ്ടി സഹായിച്ച, സഹകരിച്ച, ഇതിനുവേണ്ടി ഓടി നടന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഇവിടെ വെച്ച് കേട്ട ഈ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ഇപ്പൊ നിങ്ങൾ ദുആ ചെയ്തതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി പടച്ചവനോട് നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാം. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണത്. നമുക്ക് ആവശ്യങ്ങൾ പലതും ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ആത്മാർത്ഥമായി നമ്മൾ ചോദിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണം, മഴ ഇപ്പം എല്ലാവർക്കും വേണ്ടേ? മഴ പെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹമല്ലേ?
പടച്ചോനെ മഴ കൊണ്ട എന്ന് പച്ച മലയാളത്തിൽ റബ്ബിനോട് ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ച് ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ദുആന്റെ ഒരു അഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. നോക്കിയാൽ എത്ര ആളുണ്ട്? പതികൊഴി. ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് മടിയാ. ആ മടി മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് ഡോക്ടറാകണോ, എഞ്ചിനീയർ ആകണോ, സമൂഹത്തിൽ അംഗീകാരം, എന്തൊക്കെ ആവശ്യങ്ങളാണോ നമുക്കുള്ളത്, അത് ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അതിനു വേണ്ടി പണിയെടുക്കുക. അപ്പൊ തീർച്ചയായും വലിയ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മനാഫിനെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നന്ദി പറയാൻ വേണ്ടി നിൽക്കുന്നതല്ല, ഒരു കോഴ്സിനെ പറ്റി ഒരു 2 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എലിക്സർ ഇന്റീരിയർ അക്കാഡമി എന്ന് പറയുന്ന ജയൻജയിൽ പുതുതായിട്ട് തുടങ്ങിയ ഒരു അക്കാഡമിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാൻ സാധിക്കും, ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും നാളെ നിങ്ങളുടെ കോഴ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗൾഫിലേക്ക് പോകാൻ ഇരിക്കുന്ന ആളുകളായിരിക്കും. പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ ഭൂരിപക്ഷം ആളുകളും അവരുടെ +2 അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഗൾഫിലേക്ക് ജോബ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്, ജോബ് നേടിയിട്ട് നിങ്ങൾ ഗൾഫിലേക്ക് പോകാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഭൂരിപക്ഷം ആളുകളും എന്ന് എനിക്കറിയാം. സഹോദരന്മാരെ, നമ്മൾ 1-2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ +2 അല്ലെങ്കിൽ ഡിഗ്രിയുമായിട്ട് മാത്രം പോകുന്നതിൽ വലിയ ജോബ് സാധ്യത വളരെ കുറവായിരിക്കും. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ എന്തെങ്കിലും, പ്രത്യേകിച്ച് ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2 കോഴ്സുകളാണ്. മാസ്റ്റർ ഡിപ്ലോമ ഇൻ ഇന്റീരിയർ എന്ന ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു കോഴ്സും വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്ന മറ്റൊരു കോഴ്സുമാണ് ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ കോഴ്സ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു കോഴ്സായിട്ടല്ല ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് എലിക്സറിൽ നിന്നും ഇറങ്ങിയ ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡന്റ് ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായിലും ഖത്തറിലും ഒക്കെ തന്നെ 1 ലക്ഷവും 2 ലക്ഷവും അതുപോലെ തന്നെ 2.5 ലക്ഷവും ഒക്കെ ആയിട്ട് സാലറി വാങ്ങുന്ന ആളുകളും മില്യൺ കണക്കിന് ഡോളറിന്റെയും പ്രൊജക്ട് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന എന്റർപ്രണേഴ്സിനെയും ഡെവലപ്പ് ചെയ്ത് വിട്ടിട്ടുള്ള ഒരു വലിയൊരു അക്കാഡമിയാണ് ഈ ചെറിയൊരു കുഗ്രാമത്തിൽ നിന്നും, നമ്മുടെ കരൂപ്പടയിൽ നിന്നും വളർന്ന് വന്ന് പന്തലിച്ചിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കോഴ്സുകളുമായിട്ട് നമ്മൾ ഗൾഫിലേക്ക് പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം മൊബൈൽ ടെക്നീഷ്യന്മാരുടെ ജോലികളടക്കം ഇന്ന് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പല ജോലികളും നമ്മളുടെ കേരളത്തിലുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരം സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ, അതായത് ഇന്റീരിയർ VFX പോലുള്ള സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഴ്സുകളെ ഒരു കാരണവശാലും അവർക്ക് സ്വദേശീവൽക്കരണം നടത്താൻ സാധ്യമല്ല. കാരണം അങ്ങനെയുള്ള കോഴ്സുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ 6 വർഷക്കാലത്തിനിടയിൽ ഇവിടെ നിന്നും ഇറങ്ങിയ ആളുകൾ നല്ല രീതിയിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ദുബായിൽ 2020 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്സ്പോ നടക്കാൻ പോവുകയാണ്. അതിലേക്ക് ഒരുപാട് ഇന്റീരിയർ ആർക്കിടെക്ടേഴ്സിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് സോക്കർ, നമുക്കറിയാം 2022 നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് സോക്കർ, അതിൽ ഒരുപാട് ആളുകൾ ഇത്തരം ഓട്ടോക്യാഡ്, 3ds Max, ഈ ഒരു സോഫ്റ്റ്വെയർസ് പഠിച്ച ആളുകളെ ആവശ്യമുണ്ട്. അതും നല്ല സാലറിയിലാണ് അവർ അപ്പോയിന്റ്. ഫസ്റ്റ് സാലറി എലിക്സറിൽ നിന്നും ഇറങ്ങുന്ന ആളുകൾക്ക് 75,000 1 ലക്ഷത്തിന് ഇടയിലാണ് സാലറി കിട്ടുന്നത്. അത് പ്രൊമോഷൻ പീരീഡാണ്, 3 മാസത്തിനുള്ളിലുള്ള സാലറിയാണ് പറയുന്നത്. അതിനുശേഷം 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷത്തിനുമൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ എലിക്സറിൽ നിന്നും ഇറങ്ങിയ ആളുകൾ സാലറി മേടിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്രക്ക് വലിയ ഒരു മേഖലയാണ് ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഒരു ഗ്രാഫിക് ഡിസൈനിങ് പോലെ ഒരു ചെറിയ കോഴ്സ് അല്ല, വലിയൊരു കോഴ്സാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കോഴ്സ് ചെയ്തിട്ട് അവിടെ 3-4 വർഷം ജോലി ചെയ്തതിനു ശേഷം, സ്വന്തമായിട്ട് എന്റർപ്രണർഷിപ്പ് നടത്തിയതിനു ശേഷം ബിസിനസ്സുകൾ ഇന്റീരിയർ ആർക്കിടെക്ചർ മേഖലയിൽ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്ത് നടക്കുന്ന ഒരുപാട് എലിക്സർ ഇന്റീരിയറിലെ സ്റ്റുഡൻസ് അവിടെ ഗൾഫ് നാടുകളിലുണ്ട്. നിങ്ങൾക്ക് കോഴ്സിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സ്ഥലം ജയൻജെ സ്കൂളാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉച്ചകൂടി പോയില്ലേ? അവസാനിപ്പിക്കുകയാണ്. വളരെ ക്ഷീണിതരാണ്, കുറേ സമയമായി വന്നിട്ട്, അതുകൊണ്ട് നീട്ടുന്നില്ല. വളരെ മനോഹരമായ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ 2 ക്ലാസുകളാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ആസിഫ് താരിമൊഴി ബഷീർ മാസ്റ്ററുടെയും വളരെ മനോഹരമായ 2 ക്ലാസുകളാണ് നമുക്ക് കിട്ടിയത്. അത് ഞാൻ വിനീതമായി പറയുകയാണ്, വലത് ചെവിയെ കേട്ട് ഇടത് ചെവിയെ അവസാനിപ്പിക്കേണ്ട ക്ലാസുകളല്ല ഇവിടെ. അതിനുവേണ്ടി ഇവിടെ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടില്ല. യുവാക്കൾക്ക് വിദ്യാർത്ഥിനികൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടണം എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇവിടെ ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫീഡ് ചെയ്ത് വെക്കുകയും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അദ്ദേഹത്തിന്റെ വികാരം ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളോട് പറഞ്ഞത്. ഉസ്താദിനെ ഞാൻ ഇങ്ങനെ ഒരു ആവേശത്തോടെ കണ്ടിട്ടില്ല. കാരണം യുവാക്കളെ കണ്ടപ്പോ നമ്മുടെ ബഹുമന്ദിരായ ഉസ്താദിന്റെ വളരെയധികം മാനസികമായ ഒരു ഉല്ലാസം കണ്ടു. അദ്ദേഹം ഇൻസാൻ ഓതിവെച്ചില്ലേ, ലോകത്താദ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ആദ്യമായിട്ട് ഖുർആൻ അവതരിച്ചത് ഈ വാക്കുകളാണ്: പഠിക്കുക, വിദ്യ നേടുക, വിദ്യ നേടിയാൽ ഒരു ഉത്തമ സമൂഹം ഇവിടെ ഉണ്ടാകും. പടച്ചതമ്പുരാന്റെ തീരുമാനമാണത്. അത് ഉസ്താദ് ഇവിടെ അവതരിപ്പിച്ചത് സാന്ദർഭികമാണ്. അത് അദ്ദേഹത്തിന്റെ ആ വികാരം നിങ്ങൾ ഉൾക്കൊള്ളുകയും അത് മനസ്സിൽ പകർത്തുകയും ജീവിതത്തിൽ പകർത്തുകയും മനസ്സിൽ അത് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുകയും ബഹുമാന്യരായ ഉസ്താദുമാർക്ക്, ക്ലാസ് എടുത്ത അധ്യാപകർക്ക് വിനീതമായ ജമിഅത്തുൽ മുഅല്ലിമീന്റെ പേരിലും മാനേജ്മെന്റ് അസോസിയേഷന്റെ പേരിലും നന്ദി അറിയിക്കുകയും ബഹുവന്ദരായ കബീർ സാഹിബ് നമ്മുടെ ഹാള് നമുക്ക് വേണ്ടി അനുവദിച്ച വളരെ പ്രതിസന്ധി ഉള്ള സമയത്തും ഇവിടെ പണികൾ നടക്കുകയാണ്. ആ സമയത്തും നമുക്ക് വേണ്ടി വളരെ ആവേശത്തോടു കൂടി നമുക്ക് ഹാള് വിട്ടുതന്ന അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് ഒരുപാട് സംഭാവനകൾ, ഒരുപാട് ചെലവുകളുള്ള സംഗതിയാണത്. നോക്കുമ്പോൾ ഒന്നുമില്ല, 19,000 രൂപ അടുത്ത് ചെലവ് വരുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിക്ക് വേണ്ടി നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ്. അവർക്കെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമുക്കിടയ്ക്കൊരു കൂൾ തന്നത് ബഹുമാനപ്പെട്ട മെൽബ അസീസ് ഹാജിയാണ്. അദ്ദേഹത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീണ്ടും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.